ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് അനുഗ്രഹപ്പെട്ട നല്ല സന്ധ്യാസമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വീണ്ടും നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു രാത്രി സെഷനായി കൂടി വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. വേദിയിലായിരിക്കുന്ന അനുഗ്രഹീത ദേവദാസന്മാർ, സദസ്സിലായിരിക്കുന്ന ദേവദാസന്മാർ, ഇന്ന് ഈ ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തുടർന്ന് നാം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ വചനത്തിന് മുൻപാകെയാണ് നാം ആയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലുള്ള ദൈവസഭയോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നൊരു ഭാഗമുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോട് സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പിനെന്നാണ് പറയുന്നത്. തുടർന്ന് ദേവദാസന് വേണ്ടി നാം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് അത് അരുളി ചെയ്യണമേ എന്നുള്ള ഒരു മനസ്സോടെ നമുക്കായിരിക്കും. കർത്താവ് തീർച്ചയായിട്ടും നമ്മോട് സംസാരിക്കും. ഇന്ന് ദൈവവചനമായി പകല് രാത്രി നമ്മുടെ മധ്യയായിരിക്കുന്ന പാസ്റ്റർ സജിത് ബാബു പ്രിയ ദേവദാസനാണ്. പൽക്കാലം പ്രിയ ദേവദാസനെ വളരെ ശക്തിയോടെ എടുത്തുപയോഗിച്ചല്ലോ. നാം തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പാസ്റ്റർ സജിത് ബാബു പ്രിയ ദേവദാസനെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, പ്രൈസ് ലോർഡ്. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താണ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ ദൈവം സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൽ പ്രിയ അഭിഷക്തന്മാർ കടന്നു വന്ന ദൈവമക്കൾ മുഴുവൻ പേർക്കും ക്രിസ്തീയ വന്ദനത്തെ പ്രാരംഭ നിമിഷത്തിൽ ഓർപ്പിക്കുന്നു. ഒത്തിരി മുഖവുരകളൊന്നും കൂടാതെ വേഗത്തിൽ തന്നെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. അല്പം മിനിറ്റുകളുടെ ചിന്തയ്ക്കായി രാവിലെ പ്രസംഗിച്ചതിൻ്റെ ബാക്കിയായിട്ട് 2 വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും. അടുത്ത വാക്യം കൂടെ ചേർത്തു. താൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവുമാകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും. പുറത്ത് കയറിയവൻ മലർന്നു വീഴും. ഒരു വാക്യം കൂടെ ചേർന്ന് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 34-35 വാക്യങ്ങൾ. അമോര്യർ ദാൻ മക്കളെ തിക്കി തള്ളി മലനാട്ടിൽ കയറ്റി താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ അവരെ സമ്മതിച്ചതുമില്ല. അങ്ങനെ അമോര്യർക്ക് ഹർഹേസരിലും അയ്യാലോനിലും ശാൽബീമിലും പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ യോസേഫിന്റെ ഗ്രഹത്തിന് ബലം കൂടിയപ്പോൾ അവരെ ഊഴിയ വേലക്കാരാക്കി തീർത്തു. എല്ലാ കണ്ണുകളും അല്പമിനിറ്റുകൾ അടച്ച് ഇന്ന് രാത്രിയിൽ കൈമാറപ്പെട്ട വചനം എന്നോട് സംസാരിക്കണമേ എന്ന് അല്പമിനിറ്റുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് എല്ലാ തരങ്ങളും തുറന്ന് അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയിൽ തന്നെ അല്പമിനിറ്റുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഈ അന്തരീക്ഷം ആത്മാവിൽ തുറന്നു വരണം. വചനത്തിൻ്റെ ആഴങ്ങളെ തുറക്കണം. ഈ 2ാമത്തെ സെക്ഷനകത്തും വചനത്തിൻ്റെ വെളിപ്പാടുകൾ തുറക്കണം. അല്പമിനിറ്റുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഷാഖാന റബരിയാദര റീബാലിയാംദന ഇതിനകത്തിരിക്കുന്ന യൗവനക്കാരെ സ്വർഗം തൊടാൻ പോകുകയാണ് യേശുവിൻ നാമത്തിൽ. ഓ റാബ ശാന്തൽ കവനിയ ദാൻ ഗോത്രത്തിനകത്തെ ദാൻ മക്കളെ അമോര്യ ശക്തി തിക്കി തള്ളി ഒരു മൂലയ്ക്കകത്ത് ഒതുക്കുന്നത് പോലെ ഇതിനകത്തിരിക്കുന്ന യൗവനക്കാരെ, ഇതിനകത്തിരിക്കുന്ന അഭിഷേകമുള്ളവരെ, ഇതിനകത്തിരിക്കുന്ന വാഗ്ദത്തമുള്ളവരെ ഒരു മൂലയ്ക്കകത്ത് ഒതുക്കാൻ നോക്കുന്ന ആ പൈശാചിക ആധിപത്യങ്ങൾ ഇന്ന് രാത്രി വെളിപ്പെടുന്ന ആ വചനത്തിന്റെ ശക്തിയാൽ, ആ വചനത്തിന്റെ ശക്തിയാൽ ഓ ശബലിയാന റീമാനഗ ശന്തൽ കമനിയാംദന യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ യോസഫ് ഗൃഹത്തിനകത്ത് ബലം വർദ്ധിച്ചതുപോലെ ഒരു വർദ്ധനവ് ആത്മാവിന്റെ അകത്ത്, ഒരു വർദ്ധനവ് ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുകയാണ്. കരമടിച്ച് ശക്തിയോടെ അല്പമിനിറ്റുകൾ ഒരു വർദ്ധനവ്, ആത്മാവിനകത്തൊരു വർദ്ധനവ്.
രാമശാന്തര വൈഡവരം ശബരം ദഗരേകബലം ശകരം ഏതബലം ശകജാലകനം ദേ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന്റെ ആഴങ്ങളെ സ്വർഗം തുറക്കണം. ഈ വചനത്തിന്റെ ദൂതുകളെ സ്വർഗം കൈമാറണം. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദൈവപ്രവർത്തികൾ, നിയോഗങ്ങൾ ഇതിനകത്ത് വെളിപ്പെടുമാറാകേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ സ്വർഗം സഹായിക്കണം. സകലവും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തിയ ശക്തിയോടെ ഹല്ലേലൂയ. നമ്മൾ 2 വാക്യം രാവിലെ വായിച്ച വാക്യം നിങ്ങൾ മറന്നു പോകരുത്. അതിനോടനുബന്ധിച്ചാണ് ബാക്കി വേദഭാഗങ്ങൾ വായിച്ചത്. 2 വാക്യമാണ് ഇന്ന് രാത്രിയിൽ വായിച്ചത്. അത് 1-ാമത്തെ വാക്യത്തിനകത്ത്, ആദ്യം വായിച്ച ഭാഗത്തിനകത്ത്, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് യാക്കോബ് എന്ന് പറയുന്ന പിതാവ് ദാൻ ഗോത്രത്തിന് നൽകുന്ന വാഗ്ദത്തങ്ങളാണ് വായിച്ചത്. ദാൻ ഗോത്രത്തിന് നൽകുന്ന വാഗ്ദത്തങ്ങളാണ് വായിച്ചത്. 2-ാമത്തെ ഭാഗത്ത് വായിച്ചത് ജോഷുവ എന്ന് പറയുന്ന ദൈവമനുഷ്യൻ താനെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ നിവർത്തീകരിക്കുമ്പോൾ താൻ 12 ഗോത്രങ്ങൾക്കും അതത് അവകാശങ്ങൾ കൈമാറി. എല്ലാ ഗോത്രങ്ങൾക്കും എങ്ങനെയാണോ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അതേ അവകാശങ്ങൾ കൈമാറി. എന്നാൽ ദാൻ ഗോത്രത്തിനകത്തെ ദൈവമക്കൾ തങ്ങൾ ആയിരിക്കുന്ന അവകാശത്തിൽ അമോര്യ ശക്തികൾ അതിനകത്തേക്ക് കയറാൻ തുടങ്ങി. അമോര്യ ശക്തികൾ അതിനകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അമോര്യ ശക്തികളുടെ ശക്തി നിമിത്തം ഇവർ ഒരു മൂലയ്ക്കകത്ത് ഒതുങ്ങാൻ തുടങ്ങി. ആരാന്നറിയാമോ? ദാൻ ഗോത്രം ഒരു മൂലയ്ക്കകത്ത് ഒതുങ്ങാൻ തുടങ്ങി. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിനകത്ത് ദാൻ ഗോത്രത്തോട് യാക്കോബ് പറയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 1-ാമത്തെ കാര്യമാണ് നിങ്ങൾ ന്യായപാലനം ചെയ്യും. ഒരാമേൻ പറഞ്ഞേ. നിങ്ങൾ ന്യായപാലനം ചെയ്യും. ന്യായപാലനം ചെയ്യേണ്ട ദാൻ ഗോത്രത്തിനകത്ത് ആരാമ്യ ശക്തികൾ കയറി അവരെ തിക്കി തള്ളുകയാണ്. ഹല്ലേലൂയ. ജാതീയ ശക്തികൾ അവരെ ഒരു മേഖലയ്ക്കകത്ത് ഒതുക്കാൻ നോക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ഇങ്ങനെയാണ് കൈമാറിയത്, നിങ്ങൾ വഴിയിൽ ഒരു പാമ്പാണ്. 3-ാമത്തെ കാര്യം ഇങ്ങനെയാണ് കൈമാറിയത്, കുതിരയുടെ കുതികാൽ നിങ്ങൾ കടിക്കും. ഹല്ലേലൂയ. 3 പ്രധാനപ്പെട്ട വാഗ്ദത്തങ്ങൾ തലയുടെ മുകളിലുള്ള ദാൻ ഗോത്രത്തെ യോശുവയുടെ പുസ്തകത്തിനകത്ത് നോക്കുമ്പോൾ അരോമ്യ ശക്തികൾ അവരെ ഒതുക്കുകയാണ്. ഹല്ലേലൂയ. അരോമ്യ ശക്തികൾ അവരെ ഒതുക്കുകയാണ്. അവരുടെ പ്രാബല്യം നിമിത്തം ഇവർ അവരുടെ അവകാശങ്ങളെ പൂർണ്ണമായി പിടിക്കാൻ കഴിയാതെ, അവർ താഴ്വാരത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ അവർ മലമേടുകളിലേക്ക് കയറി ചെല്ലുകയാണ്. ആരാന്നറിയാമോ? ആദ്യം പറഞ്ഞ ന്യായപാലനം ചെയ്യുന്ന വഴിയിലൊരു പാമ്പായ ഓടുന്ന കുതിരയുടെ കുതികാലിനെ പിടിച്ച് കടിക്കാൻ കരുത്തുള്ള ദാൻ ഗോത്രം ഒരു മൂലയ്ക്കകത്ത് ഒതുങ്ങുകയാണ്. ഹല്ലേലൂയ. ഒരു മൂലയ്ക്കകത്ത് ഒതുങ്ങുകയാണ്. നിങ്ങൾക്കറിയാം, വേദപുസ്തകത്തിനകത്ത് കരുത്തുള്ള ശക്തിയുള്ള മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഒറ്റ വാക്കിൽ ഉത്തരം പറയും, അവന്റെ പേര് ശിംശോൻ എന്നാണ്. ഹല്ലേലൂയ. ശിംശോൻ ഏത് ഗോത്രക്കാരനെന്നറിയാമോ? അവൻ ദാൻ ഗോത്രക്കാരനാണ്. ഹല്ലേലൂയ. ദാൻ ഗോത്രത്തിനകത്തെ മുഴുവൻ പേരൊന്നും പട്ടണത്തിന്റെ പുറത്തിറങ്ങണ്ട, ശിംശോൻ ഒറ്റയ്ക്കിറങ്ങിയാൽ മതി. ഹല്ലേലൂയ. ഒറ്റയ്ക്കിറങ്ങിയാൽ മതി. അത്ര പ്രാബല്യവും അത്ര കരുത്തുമുള്ള ദാൻ ഗോത്രത്തെ അരോമ്യ ശക്തികൾ ഒതുക്കാൻ നോക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് കൈമാറാൻ പറയുന്ന ദൂത്, ശക്തിയുള്ള, വാഗ്ദത്തമുള്ള, അഭിഷേകമുള്ള, നിയോഗമുള്ള, വിളിയുള്ള, തിരഞ്ഞെടുപ്പുള്ള നിന്നെ ജാതീയ ശക്തികൾ ഒതുക്കാൻ നോക്കുമ്പോൾ, തിരുവനന്തപുരം പട്ടണത്തിനകത്ത് PMG ചർച്ചിനെ ജാതീയ മേഖലകൾ ഒതുക്കാൻ നോക്കുമ്പോൾ, ഇതിനകത്ത് നിന്ന് ഒരു യോസഫ് ഗൃഹത്തെ എന്റെ ദൈവം എഴുന്നേൽപ്പിക്കും. കൃപ പ്രാപിച്ചവർ അല്പ മിനിറ്റുകൾ ആത്മാവിൽ
ഹല്ലേലൂയ. ലാരയാം ദരാജരസ്മനിയാം ദനിയ ലാഹൽമനാദിയാം ദൽകനിയാം ദനിയ ഓറവ ശാന്തൽ ഖേലിയാം ദനിയ. യേശുവിന്റെ നാമത്തിൽ മൂലക്കകത്ത് ഒതുക്കാനല്ല നിന്നെ എൻ്റെ ദൈവം വിളിച്ചത്. ഹല്ലേലൂയ. കരം ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. 3 പ്രധാനപ്പെട്ട ദൂതുള്ള ദാൻ ഗോത്രം ഒരു മൂലയ്ക്കകത്ത് ഒതുങ്ങുകയാണ്. ഒരു മൂലയ്ക്കകത്ത് ഒതുങ്ങുകയാണ്. അവർക്ക് താഴ്വാരത്തിലേക്ക് നന്മ അനുഭവിക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ ഒരു മൂലയ്ക്ക് ഒതുങ്ങി. ഹല്ലേലൂയ. ഈ മൂലയ്ക്ക് ഒതുങ്ങിയപ്പോൾ ഹല്ലേലൂയ അതിൻ്റെ അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവർക്കത് ഇഷ്ടപ്പെട്ടു. ആർക്ക്? ജാതീയ ശക്തികൾക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ രാത്രിയിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ കൈമാറാം. നിങ്ങൾ ഒതുങ്ങുകയാണെങ്കിൽ അതാണ് ജാതീയ ശക്തിയുടെ ബലം. ആമേൻ പറഞ്ഞില്ല. ഹല്ലേലൂയ. അതാണ് ജാതീയ ശക്തിയുടെ ബലം. നീ എഴുന്നേൽക്കുകയാണെങ്കിൽ അവിടെയാണ് ജാതീയ ശക്തികൾ അടിയറവ് പറയുന്നത്. ഇന്ന് രാത്രി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് രാത്രിയിൽ ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഈ തലമുറയെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ കൃപയുള്ളവർ എഴുന്നേൽക്കട്ടെ. നിങ്ങൾ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കേണ്ടത്, വാഗ്ദത്തമുള്ള ഞാൻ ഒതുങ്ങത്തില്ല. വാഗ്ദത്തമുള്ള എന്നെ ഒതുക്കാൻ കഴിയത്തില്ല. എൻ്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം വലുതാണ്. എൻ്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം വലുതാണ്. ആ വലിപ്പത്തെ ഇന്ന് രാത്രിയിൽ ദൈവസഭ തിരിച്ചറിയുക. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും വാഗ്ദത്തമുള്ള ഞാൻ ഒതുങ്ങത്തില്ല? ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കാം. അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. ഓക്കെ, അത്ര മതി. നിങ്ങൾക്ക് ഈ 2 രാജാക്കന്മാരുടെ 5-ാമത്തെ പുസ്തകത്തിനകത്ത് ഒരടിമ പെൺകുട്ടി അരാം എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഒതുക്കപ്പെട്ടു. അരാം എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഒതുക്കപ്പെട്ടു. യൗവനക്കാർ, കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അരാം എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഒതുക്കപ്പെട്ടു. അവളായിരുന്ന രാജ്യത്തിൻ്റെ സേനാധിപതിയുടെ വീട്ടിൽ അവൾ അടിമയാണ്. അടിമയാണ്. ഇസ്രായേലിലെ പെൺകുട്ടി മറ്റൊരു രാജ്യത്ത് അടിമയായിരിക്കുകയാണ്. പക്ഷെ അടിമയായിരുന്ന ആ കുഞ്ഞിൻ്റെ അധരത്തിൽ നിന്ന് ഒരു ദൂത് വെളിപ്പെട്ടു. ഒരു ദൂത്. ആ ദൂത് ഇങ്ങനെയാണ്. അവിടുത്തെ ആ വീട്ടിൽ താമസിക്കുന്ന നയമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗിയോടാണ് ആ ദൂത് കൈമാറിയത്. ആ ദൂത് ഇങ്ങനെയാണ്: ഈ കുഷ്ഠം മാറ്റാൻ കരുത്തുള്ള ഒരു പ്രവാചകൻ ഇസ്രായേലിലുണ്ട്. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. നിന്റെ കുഷ്ഠത്തെ മാറ്റാൻ കരുത്തുള്ള ഒരു പ്രവാചകൻ ഇസ്രായേലിലുണ്ട്. ഹല്ലേലൂയ. ആൾ അടിമയാണ്, പക്ഷെ അകത്ത് കിടക്കുന്ന ദൂത് വലുതാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പട്ടണത്തോട് വിളിച്ചു പറയാൻ കഴിയും, എൻ്റെ അകത്തിരിക്കുന്ന ക്രിസ്തു ഉലകത്തിൽ വലിയവനാണ്? ഹല്ലേലൂയ. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഉന്നതരോടും ഹല്ലേലൂയ പ്രബലരോടും വിളിച്ചു പറയാൻ തൻ്റെ ഇടമുള്ളവർ, ആത്മാവിൽ കൃപ പ്രാപിച്ചവർ അല്പ മിനിറ്റുകൾ പറ, എൻ്റെ അകത്ത് പ്രകാശിച്ച് ആ ക്രിസ്തുവിനെ
ഈ ദൈവരാജ്യത്തെ, ഈ നിത്യജീവനെ ഞാൻ പട്ടണങ്ങളോട് തന്റെ ഇടത്തോടെ പറയാൻ പോകുകയാണെന്ന്. ലജ്ജയില്ലാത്തവർ, പൗലോസ് പറയുകയാണ് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, ലജ്ജയില്ല. അങ്ങനെയുള്ള തലമുറകൾ ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഓരോ രാജ്യത്തിനും അവരവരുടേതായ ദൈവങ്ങളുണ്ട്. ആ ദൈവത്തിന് കഴിയാതിരുന്നതിനെ അടിമ പെൺകുട്ടി പറയുകയാണ്, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, അവന്റെ അടുക്കൽ പോയാൽ നിന്റെ ഈ രോഗം മാറും. അവളെ ഒതുക്കിയത് സ്വന്തം പട്ടണത്തിലല്ല, അന്യരാജ്യത്താണ്, ജാതീയ മേഖലയിലാണ്. പക്ഷെ ഒതുക്കപ്പെട്ടെങ്കിലും അവളുടെ അകത്ത് കിടക്കുന്ന അഭിഷേകം ഒതുങ്ങിയില്ല. ഹല്ലേലൂയ. അഭിഷേകത്തെ ഒതുക്കാൻ കഴിയത്തില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഈ പകലിൽ? അഭിഷേകത്തെ ഒതുക്കാൻ കഴിയത്തില്ല, വിളിയെ ഒതുക്കാൻ കഴിയത്തില്ല, തിരഞ്ഞെടുപ്പിനെ ഒതുക്കാൻ കഴിയത്തില്ല, കൃപയെ ഒതുക്കാൻ കഴിയത്തില്ല. നീ ഇന്ന് വ്യക്തിയെ ഒതുക്കാം, പക്ഷെ നിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകത്തെ ഒതുക്കാൻ കഴിയത്തില്ല. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. അവൾ തൻ്റെ ഇടത്തോടെ പറഞ്ഞു. ആ ഒറ്റ ദൂത്, ഹല്ലേലൂയ, ആ ഒറ്റ ദൂത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ചലിപ്പിച്ചു. ആമേൻ പറഞ്ഞേ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ചലിപ്പിച്ചു. ഈ ദൂത് കേട്ട നയമാൻ, എൻ്റെ മുൻപിൽ സമയം ഒത്തിരി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വേഗം പോകുകയാണ്. ഈ ദൂത് കേട്ട നയമാൻ ഇസ്രായേലിലെ സ്വന്തം രാജ്യത്തോട് പറഞ്ഞു, സ്വന്തം രാജ്യത്തിലെ രാജാവിനോട് പറഞ്ഞു, ഇസ്രായേൽ രാജാവിനൊരു കത്തയക്കണം, ഞാൻ ആ പ്രദേശത്തേക്ക് പോകുകയാണ്, അവിടെ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകനെ എനിക്ക് കാണണം. ഇസ്രായേലിനൊരു ദൈവമുണ്ട്, ആ ദൈവം എൻ്റെ കുഷ്ഠത്തെ സൗഖ്യമാക്കുമെന്ന് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന അടിമ പെൺകുട്ടി എന്നോട് പറയുവാനിടയായി. ഹല്ലേലൂയ. ആ ദൂത് കേട്ടിട്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ, സഭയോടുള്ള ദൂതുകളാണ്. ആ ദൂത് കേട്ടിട്ട് നയമാൻ തൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ആ പ്രവാചകനെ കാണാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ രാജ്യത്തേക്ക് പോയി. എവിടെ പോയി? ഇസ്രായേൽ രാജ്യത്തേക്ക് പോയി. അവിടുത്തെ രാജാവ്, ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. രാജാവ് പേടിച്ചു. എലീശ ആളയച്ചു, പറഞ്ഞു പേടിക്കണ്ട, എൻ്റെ അടുത്താണ് വിളിച്ചത്. ഇതൊക്കെ ആരാ പറഞ്ഞ? എലീശ പറഞ്ഞു. അങ്ങനെ എലീശയുടെ അടുക്കലേക്ക് ഈ നയമാൻ എന്ന് പറയുന്ന അരാം രാജ്യത്തിൻ്റെ സേനാധിപതിയായിരിക്കുന്ന, പ്രബലനായിരിക്കുന്ന ഇദ്ദേഹം ഈ എലീശയുടെ അടുക്കലേക്ക് പോകുകയാണ്. എന്നാൽ എലീശ എന്ന് പറയുന്ന പ്രവാചകൻ അവൻ വരുന്നത് അറിഞ്ഞിട്ട് ആളയച്ച് അവനോട് പറഞ്ഞു, നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ നീ തിരികെ പോകുമ്പോൾ യോർദാനിൽ മുങ്ങിയാൽ മതി. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം യോർദാനിൽ മുങ്ങിയാൽ മതി. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങിയാൽ നിന്റെ കുഷ്ഠരോഗം സൗഖ്യമാകും. ഒരു സിമ്പിൾ പ്രോസസ്സാണ്, ഒരു സിമ്പിൾ പ്രോസസ്സാണ്. അദ്ദേഹം നന്മയൊക്കെ കൊണ്ടുവന്നിട്ട് എലീശ പ്രവാചകന്റെ അടുക്കൽ വന്ന് എലീശ പ്രവാചകൻ കൈവച്ച് പ്രാർത്ഥിച്ച് അവൻ്റെ അകത്തെ ഭൂതത്തെ പുറത്താക്കി ഈ രോഗത്തെ സൗഖ്യമാക്കുമെന്ന് നയമാൻ വിശ്വസിച്ചു വരുമ്പോൾ എലീശ പറയുകയാണ്, എൻ്റെ അടുത്തലൊന്നും വരണ്ട, നീ തിരിച്ചു പോകുമ്പോൾ യോർദാനി 7 പ്രാവശ്യം മുങ്ങിയാൽ മതി. വചനം പറയുന്നത് ഇത് കേട്ടപ്പം നയമാൻ അങ്ങ് ഭയങ്കര ദേഷ്യം വന്നു. നയമാൻ പറഞ്ഞു, ഞാൻ മുങ്ങത്തില്ലെന്ന്. നയമാൻ പറഞ്ഞു, മുങ്ങത്തില്ല. ആ പാസ്റ്ററോട് പോയി പണി നോക്കാൻ പറ, ഞാൻ മുങ്ങത്തില്ല. ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്യത്തില്ല? മുങ്ങത്തില്ല. ഞാൻ തളിച്ചതാ എൻ്റെ തലയിൽ. ഹല്ലേലൂയ. എൻ്റെ തലയിൽ
വെള്ളം വീണിട്ടുണ്ട്, ഞാൻ മുങ്ങത്തില്ല. ഇതിനേക്കാളും നല്ല വെള്ളം എവിടെയുണ്ട്? എൻ്റെ രാജ്യത്തുണ്ട്. ഇതിനേക്കാളും നല്ല വെള്ളം. എലീശ പറയും, ഒരു നിർബന്ധവുമില്ല നീ മുങ്ങണമെന്ന്. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. ഒരു നിർബന്ധവുമില്ല നിങ്ങൾ മുങ്ങണമെന്ന്. മുങ്ങിയാൽ നീ ശുദ്ധനാകും. മുങ്ങിയാൽ നീ ശുദ്ധനാകും. മുങ്ങിയാൽ നീ ശുദ്ധനാകും. എനിക്ക് നിർബന്ധമില്ല. അപ്പം എനിക്കൊന്ന് കൃപയുള്ള, അല്ലെങ്കിൽ എന്തോ ഒരു ഫേവറുള്ള ആ നയമാൻ്റെ കൂടെ നിന്ന് ഭൃത്യൻ പറഞ്ഞു. പുള്ളി മലയെടുത്ത് തലേ വെക്കാനൊന്നും അല്ലല്ലോ പറഞ്ഞത്, എൻ്റെ ഭാഷയാണ്. മലയെടുത്ത് തലേ വെക്കാനൊന്നും അല്ലല്ലോ പറഞ്ഞത്, ഒന്ന് മുങ്ങാനല്ലേ പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ. ഒന്ന് മുങ്ങാനല്ലേ പറഞ്ഞുള്ളൂ. അതിന് പൈസ മുടക്കൊന്നും ഇല്ലല്ലോ. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ പെന്തക്കോസ്തുകാർ സ്നാനപ്പെടുത്തുന്നത് പൈസ മേടിക്കാനല്ല. ഹല്ലേലൂയ. ഞങ്ങൾക്കതുകൊണ്ട് ഒരു ലാഭവുമില്ല. സ്തോത്രം പറഞ്ഞില്ല ആരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ യോർദാനിൽ മുങ്ങാൻ ഈ നയമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗി തയ്യാറാകുന്നില്ല. യോർദാനിൽ മുങ്ങാൻ നയമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗി തയ്യാറാകുന്നില്ല. പക്ഷെ ഭൃത്യൻ പറയുകയാണ്, ഒത്തിരി വലിയ കാര്യമൊന്നുമില്ല പറഞ്ഞേ, മുങ്ങാനാ പറഞ്ഞേ, മുങ്ങാനാ പറഞ്ഞേ. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ 7 പ്രാവശ്യം നയമാൻ മുങ്ങി പൊങ്ങിയപ്പോൾ അവൻ ശുദ്ധനായി. അവൻ്റെ ശരീരം ബാല്യമുള്ളതായി തീർന്നു. ഹല്ലേലൂയ. അവൻ്റെ ശരീരം ബാല്യമുള്ളതായി തീർന്നു. നിങ്ങൾ ജോഷുവയുടെ പുസ്തകമൊക്കെ വായിച്ചു നോക്കിയാൽ യോർദാനെ കുറിച്ച് പറഞ്ഞാൽ ലോകത്തിന് മൊത്തം ഭയമാണ്. ഏലിയാവിൻ്റെ മേഖലകളൊക്കെ പഠിച്ചു നോക്കിയാൽ യോർദാൻ ഭയമാണ്. യോർദാന്റെ വിളിപ്പേരെന്ന് പറയുന്നത് മരണ യോർദാൻ എന്നാണ്. കൊയ്ത്ത് കാലത്ത് കൊയ്ത്തിനെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന ഒരു മരണ യോർദാനകത്ത് ഒരുവൻ ജീവന് തുടങ്ങുകയാണ്. അതുവരെ മരണയോർദാൻ എന്നറിയപ്പെട്ട യോർദാനകത്ത് അന്യരാജ്യത്ത് നിന്ന് ജാതീയനായ വ്യക്തി മുങ്ങി പൊങ്ങിയപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ കണ്ടതിൽ വെച്ച് യഹോവയാണ് ദൈവം, യഹോവയാണ് ദൈവം. ഹല്ലേലൂയ. നയമാനോട് നിങ്ങൾ ചോദിക്കണം, യഹോവ ദൈവമെന്നറിയാൻ കാരണമായതാരാണ്? കാരണമായതാരാണ്? നയമാൻ പറയും, എൻ്റെ വീട്ടിൽ ഞാൻ അടിമയായി പിടിച്ചുകൊണ്ടുവന്ന് ഒരു മൂലയ്ക്കകത്ത് ഒതുക്കപ്പെട്ട് ഒരു പെൺകുട്ടിയുടെ ഒറ്റ ദൂതാണ് ഞാൻ ശുദ്ധനായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ചില ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ അകത്ത് പ്രകാശിച്ച് ഈ ക്രിസ്തുവിനെ നീ ഒന്ന് കൈമാറാൻ ഇന്ന് രാത്രിയിൽ തയ്യാറായാൽ, തയ്യാറാവുക. നിന്റെ അകത്ത് പ്രകാശിപ്പിച്ച് ഈ യേശുവിനെ പട്ടണത്തിൽ ഉയർത്താൻ, ഒന്ന് പരിചയപ്പെടുത്താൻ, ഒന്ന് അറിയിക്കാൻ. എത്ര വലിയ കുഷ്ഠമായാലും എൻ്റെ തമ്പുരാൻ പറയുന്ന വചനത്തിനകത്ത് അവൻ്റെ മേലൊരു ശുദ്ധീകരണത്തെ വെളിപ്പെടുത്താൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോർദാന്റെ പേര് മരണയോർദാൻ എന്ന. അതേ മരണയോർദാനകത്ത് ഒരുവൻ ബാല്യക്കാരനെ പോലെ എഴുന്നേറ്റ് വരികയാണ്. ലേവ്യ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ ഈ കുഷ്ഠം പാപവിധേയമായി പെടുന്നതാണ് കുഷ്ഠം. കുഷ്ഠരോഗം പ്രാപിച്ചവർ, കുഷ്ഠരോഗമുള്ളവർക്ക് പാളയത്തിനകത്ത് പ്രവേശനമില്ല, അവർ പാളയത്തിന് പുറത്തായിരിക്കും. ഹല്ലേലൂയ. അവർ പാളയത്തിന് പുറത്താണ്.
എന്നാൽ ഹല്ലേലൂയ, മരണയോർദാനകത്ത് പാളയത്തിനകത്ത് കയറാൻ പറ്റാത്ത ഒരുവൻ മുങ്ങി പൊങ്ങിയപ്പോൾ അവൻ്റെ കുഷ്ഠത്തെ സ്വർഗത്തിലെ ദൈവം മാറ്റി. ഹല്ലേലൂയ. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. എൻ്റെ ചോദ്യം, നയമാൻ മുങ്ങിയില്ലെങ്കിലോ ഏതാ? അങ്ങനെ തന്നെ ഇരിക്കും. അവൻ്റെ രാജ്യത്തിനകത്ത് അവൻ്റെ സ്ഥാനം നഷ്ടമാകത്തില്ല. അവൻ്റെ രാജ്യത്തിനകത്ത് അവൻ്റെ പ്രതാപം നഷ്ടമാകത്തില്ല. അവൻ്റെ വീട്ടിനകത്ത് അവൻ്റെ സ്ഥാനം നഷ്ടമാകത്തില്ല. പക്ഷേ അവൻ ശുദ്ധനാകത്തില്ല. ഇന്ന് പകലിലും ഈ രാത്രിയിലും ദൈവസഭയോട് ഞാൻ ആത്മാവിൽ കൈമാറാം, മുങ്ങാതെ ശുദ്ധി വെളിപ്പെടത്തില്ല. മുങ്ങാതെ ശുദ്ധി വെളിപ്പെടത്തില്ല. യേശു കർത്താവ് ഈ പറയുന്ന ഇതേ യോർദാനിൽ മുങ്ങാൻ വന്നു, സ്നാനപ്പെടാൻ വന്നു. ലോകത്തിന് മുഴുവൻ ഒരു മാതൃകയെ യേശു കർത്താവ് കാട്ടിത്തന്നു. ഹല്ലേലൂയ. സ്നാനപ്പെടാതെ ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് തികഞ്ഞ സ്നേഹത്തോടെ കൈമാറാം. മാതൃക കാട്ടിത്തന്നത് മനുഷ്യനല്ല, സാക്ഷാൽ ദൈവമാണ്. സാക്ഷാൽ ദൈവമാണ്. മാനസാന്തരപ്പെടുന്നതും രൂപാന്തരപ്പെടുന്നതും നിങ്ങൾ ദൈവത്തോട് അടുക്കുമെങ്കിലും നീ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ സ്വർഗം തുറന്നിട്ട് നിന്നോട് പറയും, ഇന്നു മുതൽ നീ എൻ്റെ പ്രിയപുത്രനാണ്. ഇന്നു മുതൽ നീ എൻ്റെ പ്രിയപുത്രനാണ്. യേശു സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറന്നിട്ട് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നിന്റെ അകത്ത് ദൈവപ്രസാദം വെളിപ്പെടണമെങ്കിൽ നീ മുങ്ങിയേ മതിയാകൂ. കുറച്ചും കൂടെ കഴിയട്ടെ ബാസ്, ഞങ്ങൾക്ക് നിർബന്ധമില്ല. സ്തോത്രം പറഞ്ഞെല്ലാവരും സ്നാനപ്പെട്ടവരാണ് ഭൂരിപക്ഷമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഞാൻ ഇതും കൂടെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. ഈ നയമാനെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്നറിയാമോ? നയമാനെ ഇഷ്ടപ്പെട്ട കാര്യം, അദ്ദേഹം മുങ്ങി, 7 പ്രാവശ്യം മുങ്ങി. ഈ മുങ്ങിയിട്ട് നമ്മളെ വല്ലതും ആണെങ്കിൽ അടുത്ത് പൊങ്ങുന്നത് അരാം രാജ്യത്താണ്. അടുത്ത് പൊങ്ങുന്നത് അരാം രാജ്യത്താണ്. പക്ഷെ നയമാൻ മുങ്ങി തൻ്റെ ശരീരം ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ അവൻ തിരിച്ച് തന്നെ സൗഖ്യമായ ദൂത് കൈമാറിയ എലീശയുടെ അടുക്കലേക്ക് വരികയാണ്. ഞാനിന്ന് എനിക്കറിയില്ല, ഇവിടുത്തെ ചരിത്രമോ ഒന്നും അറിയില്ല. ഇവിടെ സ്നാനപ്പെടുത്തിയവർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇവിടെ സ്നാനപ്പെട്ടവരെ ഇപ്പൊ അപ്പുറത്തെ ചർച്ചിലാണ് കൈയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ രക്ഷിക്കപ്പെട്ടതാ ഇപ്പൊ അപ്പുറത്തെ ചർച്ചിലാണ്. നിങ്ങൾ ആരും മിണ്ടുന്നില്ല. ഇവിടെ സ്നാനപ്പെട്ട ഇവിടെ നിന്നോണം. ഹല്ലേലൂയ. ഇതൊരു ആലോചനയായിട്ട്, ഇതൊരു ഉപദേശമായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇവിടെ സ്നാനപ്പെടുന്നവർ ഇവിടെ നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നയമാൻ മുങ്ങിയിട്ട് അവൻ തിരികെ വന്നു. ആരടുത്ത്? എലീശയുടെ അടുത്ത്. എലീശയ്ക്കാവുന്ന ഒരു വിഷയമല്ല, നീ മുങ്ങുന്നതോ പൊങ്ങുന്നതോ ഒന്നും വിഷയമല്ല. പക്ഷെ സ്നാനപ്പെട്ടിട്ട് ആ ദൂത് പറഞ്ഞ അവൻ്റെ അടുക്കലേക്ക് നയമാൻ വരാനിടയായി. വീണ്ടും ഞാൻ ആവർത്തിക്കാം, നിങ്ങൾ എവിടെ മുങ്ങുന്നോ അവിടെ നിൽക്കണം. എവിടെയാണോ സ്നാനപ്പെടുന്നത് നിങ്ങൾ അവിടെ നിൽക്കണം. ഒന്ന് ആമേൻ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു ദൂതും കൂടി ഇതിനകത്തേക്ക് പറയാം. പെന്തക്കോസ്തുകാരുടെ യൗവന തലമുറകൾ സ്നാനപ്പെടാൻ മടിക്കുമ്പോൾ ജാതീയ മേഖലകൾക്കകത്തു നിന്ന് സ്നാനത്തിലേക്ക് അടുത്തു വരുന്ന ഒരാത്മതലത്തെ ഈ സഭയിൽ എൻ്റെ ദൈവം ഇന്ന് രാത്രി തുറക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഇത് സഭയോടുള്ള ദൂതാണ്. ജാതീയ തലങ്ങളിൽ നിന്ന് വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്ത് വന്ന് സഭയോടുള്ള ദൂതാണ്.
ഒരു കൂട്ടം പേർ എഴുന്നേൽക്കാൻ പോകുകയാണ്. ഒരു കൂട്ടം എഴുന്നേൽക്കാൻ പോകുകയാണ്. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാൻ കഴിയും ഒരു കൂട്ടം പേർ വരാൻ പോകുകയാണെന്ന്? നിങ്ങൾക്ക് ആർക്കൊരു സന്തോഷമില്ല? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ദൂതിലേക്ക് കടന്നു വരാം. ഈ അടിമ പെൺകുട്ടിയെ ഒരു മൂലയ്ക്കകത്ത് ഒതുക്കാൻ നോക്കിയപ്പോൾ ഒറ്റ ദൂത് കൊണ്ട് അവൾ പുറത്തു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ മൂലയ്ക്കകത്ത് ഒതുക്കുമ്പോൾ നിന്റെ അകത്ത് കിടക്കുന്ന വാക്തത്വത്തിൽ നീ ചലിക്കാൻ തുടങ്ങിയാൽ നീ പുറത്തു വരും, പുറത്തു വരും, പുറത്തു വരും. എത്ര പേർക്കിന്ന് രാത്രിയിൽ വിശ്വസിക്കാൻ കഴിയും നീ പുറത്തു വരാൻ പോകുകയാണെന്ന്? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരം അടിച്ച് ശക്തിയോടെ ദൈവത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ വിളി ഭയങ്കരമാണ്. ദൈവത്തിൻ്റെ വിളി ഭയങ്കരമാണ്. ദൈവം ഇസ്രായേലിനെ വിളിച്ചു. ആരെ വിളിച്ചു? ഇസ്രായേലിനെ വിളിച്ചു. ഇസ്രായേലിനകത്ത് 12 ഗോത്രങ്ങളെ തിരഞ്ഞെടുത്ത് 12 ഗോത്രങ്ങളെ വിളിച്ചു. 12 ഗോത്രത്തിനകത്ത് ഗൃഹമായി തിരഞ്ഞെടുത്ത് ഗൃഹങ്ങളെ വിളിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആദ്യം 12 ഗോത്രങ്ങൾക്കാണ് വിളി. 12 ഗോത്രങ്ങൾക്കകത്ത് ഗൃഹങ്ങൾക്കാണ് വിളി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഗൃഹമെന്ന് വെച്ച കുടുംബം എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. ഞാൻ PMG ചർച്ചിലെ കുടുംബങ്ങളോട് കൈമാറുകയാണ്. ദൈവമാണ് നിങ്ങളെ വിളിച്ചത്. ദൈവമാണ് നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബൈബിളിൽ ദാവീദ് ഗൃഹം, യോസഫ് ഗൃഹം, ദാൻ ഗൃഹം, ശൗൽ ഗൃഹം? കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. ദൈവം കുടുംബമായി വിളിക്കാൻ തുടങ്ങി. ദൈവം വ്യക്തികളെ വിളിക്കാൻ തുടങ്ങി. ദൈവം വ്യക്തികളെ വിളിക്കാൻ തുടങ്ങി. ഞാൻ ഈ ദൂത് നിങ്ങളോട് ഇങ്ങനെ കൈമാറാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. ഏദൻ തോട്ടത്തിനകത്ത് നിയോഗിക്കപ്പെടാൻ സ്വർഗം തിരഞ്ഞെടുത്തത് ആദമിനെയും ഹവ്വയുമാണ്. ആമേൻ പറഞ്ഞില്ല? ഹല്ലേലൂയ. ആദമിനെയും ഹവ്വയുമാണ്. എന്നാൽ ലോകം മുഴുവൻ അനീതിക്കകത്തകപ്പെട്ടപ്പോൾ സ്വർഗം തിരഞ്ഞെടുത്തത് നോഹയാണ്. സ്വർഗം തിരഞ്ഞെടുത്തത് നോഹയാണ്. 400 വർഷം അടിമത്വത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ അടിമത്വത്തെ പൊളിക്കാൻ സ്വർഗം തിരഞ്ഞെടുത്തത് മോശയാണ്. മോശ കഴിഞ്ഞപ്പോൾ ജോഷുവയെ തിരഞ്ഞെടുത്തു. പിന്നെ ന്യായാധിപന്മാരെ തെരഞ്ഞെടുത്തു. പിന്നെ പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അതത് കാലഘട്ടത്തിന് ആരെയാണോ തിരഞ്ഞെടുക്കേണ്ടത് അവരെ ദൈവം തിരഞ്ഞെടുത്തു. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ വിധത്തിൽ എൻ്റെ ദൈവം ഇന്ന് രാത്രി നിന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഈ കാലത്തിന് അനുയോജ്യമായിട്ട് സ്വർഗം നിന്നെ തിരഞ്ഞെടുക്കുകയാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ശക്തിയോടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത്, ദൈവം ഈ കാലഘട്ടത്ത് എന്നെയാണ് തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ഞാൻ ഒരു മർമ്മം കൂടെ നിങ്ങളോട് വേഗത്തിൽ കൈമാറാം. ഈ ചിലരോട് പ്രാർത്ഥിക്കുന്ന ആരാകണം? ഈ സഭയ്ക്കകത്തുള്ളവരോടാണ് ചോദിക്കുന്നത് കേട്ടോ. സഭയ്ക്കകത്തുള്ളവരോട് പ്രാർത്ഥിക്കുമ്പം എന്താകണമെന്ന് ചോദിച്ചാൽ, യൗവനക്കാരോട് ചോദിച്ചാൽ പറയും എനിക്കൊരു പ്രവാചകനാകണം. ഹല്ലേലൂയ. ഞാൻ ഈ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, മോളെ ശുശ്രൂഷപരമായിട്ട് മോക്ക് ആരാകണം? ആരും ആകണ്ട, പാട്ട് പാടാനോ? ആ കുഞ്ഞ് പറയാണ് എനിക്കൊരു വർഷിപ്പ് ലീഡർ ആകണം. മോനോട് ഞാൻ ചോദിക്കുകയാണ്, മോന് ഈ ശുശ്രൂഷപരമായിട്ട് ആരാകണം? പാസ്റ്റർ ആകണം.
ഇനി ഇങ്ങനെ ഓരോരുത്തർക്കൊക്കെ ചോദിച്ച ആൻറ്റിമാരൊക്കെ പറയും, എനിക്ക് ഭയങ്കര വെളിപ്പാട് കാണണം, എനിക്ക് ഭയങ്കരമായിട്ട് പ്രവചിക്കണം, എനിക്ക് വ്യാഖ്യാനപരം വേണം. അതൊക്കെ ഇങ്ങനെ പല പല മേഖലകൾ നമ്മളെല്ലാവരും പറയും. ഹല്ലേലൂയ. പക്ഷെ എൻ്റെ ദൈവത്തിന് ഈ കാലഘട്ടത്ത് പ്രവാചകനെ വേണ്ട. നിങ്ങൾ ആമേൻ പറയില്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്ത് ദൈവത്തിന് പാസ്റ്റർമാരൊന്നും വലിയ വിഷയമല്ല. ദൈവത്തിന് ഈ കാലഘട്ടത്ത് വർഷിപ്പ് ലീഡർ ഒന്നും ഒരു വിഷയമല്ല. ദൈവത്തിന് വേണ്ടത് ദൈവത്തിൻ്റെ പുത്രന്മാരെയാണ്. ദൈവത്തിൻ്റെ പുത്രന്മാരെയാണ്. അതുകൊണ്ടാണ് ഇത്ര പ്രവാചകന്മാർ പഴയ നിയമത്തിനകത്ത് അണിനിരന്നിട്ട് തൻ്റെ ദൗത്യത്തെ കൈമാറി സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ആത്മാവിൽ കൈമാറാം. പുത്രന്റെ അകത്ത് പ്രവാചകനുണ്ട്, പുത്രന്റെ അകത്ത് പാസ്റ്ററുണ്ട്, പുത്രന്റെ അകത്ത് റിവൈവലറുണ്ട്, പുത്രന്റെ അകത്ത് ഹീലറുണ്ട്, പുത്രന്റെ അകത്ത് ഡെലിവറുണ്ട്. ഹല്ലേലൂയ. ആത്മാവിൽ കൈമാറാം. നീ പുത്രനാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പുത്രനായി ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരാകണം? ഹല്ലേലൂയ. വർഷിപ്പ് ലീഡറിനേക്കാളും വലുതാണ് ദൈവത്തിൻ്റെ പുത്രൻ എന്ന പദവി. പാസ്റ്ററേക്കാളും വലുതാണ് ദൈവത്തിൻ്റെ പുത്രൻ എന്ന പദവി. കാരണം ഉലകത്തിൽ ആരും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആ വലിയ ദൗത്യത്തെ കൈമാറിയത് പുത്രനോടാണ്. പുത്രനോടാണ് ദൈവം കൈമാറിയത്. ആരോടാണ്? ഹല്ലേലൂയ. നമ്മൾ ആരാകണം? ഹല്ലേലൂയ. മക്കളെങ്കിലോ, പ്രവാചകനെങ്കിലോ, പാസ്റ്ററെങ്കിലോ. നിങ്ങളാരും മിണ്ടുന്നില്ല, മറുപടിയില്ല. ഹല്ലേലൂയ. ആരാകണം? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന മുഴുവൻ പേരെയും നോക്കി ഞാൻ ആത്മാവിൽ കൈമാറാം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നമ്മൾ ദൈവത്തിൻ്റെ പുത്രനാണ്. പുത്രനകത്ത് സ്വർഗം എല്ലാം കൈമാറിയിട്ടുണ്ട്. നാളെ ഇവിടുത്തെ പാസ്റ്റിൻ്റെ അടുത്തൊന്ന് ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും വിഷയം ഉണ്ടാക്കില്ല. ഹല്ലേലൂയ. കരം ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദാൻ ഗോത്രത്തിൻ്റെ 1-2 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ദാൻ ഗോത്രത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, അവർ ന്യായപാലനം ചെയ്യും. അവർ എന്തു ചെയ്യും? ന്യായപാലനം ചെയ്യും. രണ്ടാമത്തെ പ്രത്യേകത, നിങ്ങൾ അതൊക്കെ ശക്തമായിട്ട് നിങ്ങൾ വീട്ടിലൊക്കെ ചെന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കണം. രണ്ടാമത്തെ ദാൻ ഗോത്രത്തിൻ്റെ പ്രത്യേകത, അവർ വഴിയിൽ ഒരു പാമ്പ്. വഴിയിലൊരു പാമ്പ്. ഈ പാമ്പെന്ന് പറയുമ്പോഴേ നമ്മൾ പിശാച് എന്നാണ് പറയുന്നത്. പാമ്പെന്ന് പറയുമ്പോൾ പിശാച്. പക്ഷെ ഒരു വചനം ഇങ്ങനെയുണ്ട്, നിങ്ങൾ പാമ്പിനെ പോലെ, ഉറക്കെ പറഞ്ഞത്, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാകണം. ദാൻ ഗോത്രം വഴിയിലൊരു പാമ്പെന്ന് പറയുമ്പോൾ അവർ ബുദ്ധിയുള്ളവരായിരുന്നു. പാമ്പിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് കൈമാറാം. പാമ്പിൻ്റെ ഒരു പ്രത്യേകത, ഈ പാമ്പ് മാളത്തിനകത്തേ ഇരിക്കത്തുള്ളൂ. പാമ്പ് ഇതിനകത്തോട്ടൊന്നും ഇങ്ങനെ കയറി ഇത് വീട്ടിനകത്തൊന്നും കയറി ഇങ്ങനെ അലഞ്ഞു നടക്കത്തൊന്നുമില്ല. പാമ്പ് ഇവിടെ ഇരിക്കും, മാളത്തിനകത്തിരിക്കും. പാമ്പിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത, പാമ്പിന് എല്ലാവരും കാണാൻ പറ്റും, പക്ഷെ പാമ്പിനെ ആർക്കും കാണാൻ പറ്റത്തില്ല. അതാണ് പാമ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത.
അതാണ് പിശാചിൻ്റെ പദ്ധതിയും. നമുക്കാർക്കും പിശാചിനെ കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ പിശാചിനെ നമ്മുടെ എല്ലാവരെയും കാണാം. പിശാചിനെ എല്ലാവരെയും കാണാം. അതാണ് പിശാചിൻ്റെ പ്രത്യേകത. ഈ പഴയ നിയമകാലത്ത് ഈ പിശാച് എന്ന് പറയുന്നത് ഫറവോനാണ്. പിശാച് എന്ന് പറയുന്നത് ഗോലിയാത്ത്. അപ്പം ഈ ഫറവോൻ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ഗോലിയാത്ത് എന്ന് പറയുന്ന വ്യക്തിയെ കൊന്നുകളഞ്ഞാൽ, തീർത്ത് കളഞ്ഞാൽ പിന്നെ എന്തില്ല? ശക്തിയില്ല. കാരണം വ്യക്തികൾക്കകത്താണ് ശക്തി ഭയങ്കരമായിട്ട് വെളിപ്പെട്ടത്. വ്യക്തിയെ തീർത്താൽ ശക്തിയില്ല. പക്ഷെ പുതിയ നിയമത്തിനകത്ത് വ്യക്തിയല്ല, ശക്തിയോടാണ് പ്രതികരണം. പുതിയ നിയമത്തെ ഏതെങ്കിലും ഒരു ഗോലിയാത്ത് പൊങ്ങി വരുമ്പോൾ നിങ്ങൾ അവനെ ദാവീദ് കൊന്നതുപോലെ കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ 14 വർഷം നിങ്ങൾക്ക് എന്ത് കിട്ടും? കഠിന തടവ് കിട്ടും. ഇവിടെ വ്യക്തിയല്ല, വ്യക്തിക്കകത്തു വ്യാപരിക്കുന്ന ശക്തിയോടാണ് പ്രതികരിക്കേണ്ടത്. എന്തുകൊണ്ട് നിങ്ങൾ ഒരു മൂലയ്ക്കകത്ത് ഒതുങ്ങുന്നു? നിങ്ങൾക്ക് ശക്തിയോട് പ്രതികരിക്കാൻ അറിയില്ല. നമുക്കെല്ലാവർക്കും വ്യക്തികളോട് വാഗ്വാദിച്ച് നല്ലപോലെ ജയിക്കാൻ അറിയാം, പക്ഷെ ശക്തിയോട് ജയിക്കാൻ അറിയില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രി ഇതിനകത്ത് നിങ്ങൾ പുറത്തു പോകുമ്പോൾ ശക്തിയോട് ജയിക്കുന്നവരായി മാത്രമേ മടങ്ങാവൂ. ആമേൻ. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അവൻ കുതിരയുടെ കുതികാൽ കടിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ കുതിരയുടെ പ്രത്യേകത വേഗതയുള്ളതാണ്. വേഗതയോടെ ഓടുന്ന കുതിരയുടെ കാലിനെ കടിക്കാൻ കരുത്തുള്ള ഒരു ഗോത്രമാണ് ദാൻ ഗോത്രം. എത്ര വേഗതയോടെ ഒരുവൻ വന്നാലും അവൻ്റെ കാലിനെ പിടിക്കാൻ ദാൻ ഗോത്രത്തിന് കരുത്തുണ്ട്. ആ ദാൻ ഗോത്രത്തെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് നോക്കുമ്പോൾ ജാതീയ ശക്തികൾ ഒതുക്കി മലനാട്ടിൽ ഒരു മൂലയ്ക്കകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടപ്പെട്ട് 21, 40, 7, 3 ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചെടുത്ത അഭിഷേകത്തെ ഒരു മൂലയ്ക്കകത്ത് ഒതുക്കാൻ നോക്കുന്ന ജാതീയ ശക്തികൾക്കെതിരെ ഇന്ന് രാത്രി ആത്മാവിൽ ജയിക്കുവാൻ കരുത്ത് പ്രാപിച്ചവർ, ആത്മാവിൽ ജയിക്കുവാൻ കൃപ പ്രാപിച്ചവർ അല്പ മിനിറ്റുകൾ ആത്മാവിൽ പറ, യോസഫ് ഗൃഹത്തിനകത്ത് ബലം പ്രാപിച്ചതുപോലെ. ഒരു കാര്യം, യോസഫ് ഗൃഹത്തിന് ബലം വർദ്ധിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 1:22 വേഗം ഒന്ന് വായിക്കാം. യോസഫിന്റെ ഗ്രഹം ബേഥേലിലേക്ക് കയറി ചെന്നു. യഹോവ അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും മതി. എന്തുകൊണ്ട് യോസഫ് ഗൃഹത്തിന് ബലം പ്രാപിച്ചു? ഒറ്റ മറുപടി, യോസഫിന്റെ ഗൃഹം ബേഥേലിലേക്ക് കയറി ചെന്നു. യഹോവ അവരോട് കൂടെ ഉണ്ടായിരുന്നു. യോസഫ് ഗൃഹം ബേഥേലിലേക്ക് കയറി ചെന്നു. യഹോവ അവരോട് കൂടെ ഉണ്ടായിരുന്നു. ബേത് എന്ന് പറയുന്ന ബേഥേൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഭവനമെന്നാണ്. ബേദ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഭവനവും, ഏൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവമെന്നാണ്. ബേഥേൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഭവനമെന്നാണ്. അങ്ങനെയെങ്കിൽ യോസഫ് ഗൃഹം ബേഥേലിലേക്ക് കയറി ചെന്നു എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് കയറി ചെന്നു. അവർ എവിടെ കയറി ചെന്നു? ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് കയറി ചെന്നു. ഇന്ന് പകൽ ഈ രാത്രിയിൽ ഈ സഭയ്ക്കകത്ത് കയറിയവരോട് ഞാൻ ആത്മാവിൽ കൈമാറാം, നിങ്ങൾ കയറി വന്നത് ദൈവത്തിൻ്റെ ഭവനത്തിലാണ്.
നിങ്ങൾ കയറി വന്നത് ദൈവത്തിന്റെ ഭവനത്തിലാണ്. നിങ്ങൾ ബലം പ്രാപിക്കുന്നത് ദൈവത്തിന്റെ ഭവനത്തിനകത്തിനാണ്. 34-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യോസഫ് ഗൃഹം ബലം പ്രാപിച്ചപ്പോൾ. യോസഫ് ഗൃഹം ബലം പ്രാപിച്ചപ്പോൾ അരാമ്യ ശക്തികൾ അടിമകളായെന്നാണ്, കീഴ്പ്പെട്ടെന്നാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും നിങ്ങളെ തിക്കി ഞെരുക്കുന്ന ആ ശക്തിയെ ഇന്ന് രാത്രി കീഴ്പ്പെടുത്താൻ പോകുകയാണെന്ന്? അങ്ങനെ ഒരു ബലം ഇന്ന് രാത്രി എൻ്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് കൈമാറാൻ പോകുകയാണെന്ന്. ചിലരുടെ മേൽ അങ്ങനെ ഒരു ദൈവശക്തി ഇന്ന് രാത്രി കൈമാറുകയാണ്. ഇന്ന് രാത്രി അങ്ങനെ ഒരു ദൈവശക്തി കൈമാറുകയാണ്. നിന്നെ എതിർത്ത് നിൽക്കുന്നതിനെ, നിന്നെ മൂലയ്ക്കകത്തൊതുക്കുന്നതിനെ കീഴ്പ്പെടുത്തുന്ന ഓ നീ മൂലയ്ക്കകത്തൊതുങ്ങത്തില്ല, നീ മൂലയ്ക്കകത്തൊതുങ്ങത്തില്ല. താഴ്വാരത്തുള്ള നന്മ നീ അനുഭവിക്കും. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തേ, ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തേ. ക്ഷീണം ദാൻ ഗോത്രത്തിനാണെങ്കിൽ ബലം യോസഫ് ഗോത്രത്തിനാണ്. ഇതിനകത്ത് നിങ്ങൾ അടുത്തിരിക്കുന്നവർ ക്ഷീണിക്കുമ്പോൾ നിങ്ങൾ പറയും, യോസഫ് ഗൃഹത്തിന് ബലമുണ്ട്, നിന്നെ കീഴ്പ്പെടുത്തിയതിനെ ഞാൻ കീഴ്പ്പെടുത്തും. ഹല്ലേലൂയ. കരമുയർത്തിയ ശക്തിയോടെ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഒരുവരെക്കാൾ ഇരുവർ ഏറെ നല്ലത്. ഒരുവൻ ക്ഷീണമാണെങ്കിൽ അടുത്തവന് ബലമുണ്ടെങ്കിൽ ക്ഷീണമുള്ളവൻ ബലം പ്രാപിച്ചിരിക്കും. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ശക്തിയോടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തേ, ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറാം. ശുശ്രൂഷയിൽ നിന്ന് നിങ്ങളെ തള്ളിയിറക്കാൻ, കുടുംബത്തിൽ നിന്ന് നിങ്ങളെ ഒതുക്കിക്കളയാൻ, വിശ്വാസ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ ഒതുക്കിക്കളയാൻ, പ്രാർത്ഥനയിൽ നിങ്ങളെ ഒതുക്കിക്കളയാൻ അരാമ്യ ശക്തികൾ എഴുന്നേറ്റ് വരുമ്പോൾ ആത്മാവിൽ അതിൻ്റെ മുകളിൽ ഒരു ജയത്തെ ഇന്ന് രാത്രി എൻ്റെ ദൈവം കൈമാറാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. ബേഥേലിലേക്ക് കയറി വരാൻ കൃപ പ്രാപിച്ചവർ ഇന്ന് രാത്രി ബേഥേലിലേക്ക് കയറി വരിക. നിന്റെ അകത്തൊരു ബലം ലഭിക്കും, നിന്റെ അകത്തൊരു ശക്തി ലഭിക്കും, നിനക്ക് കീഴ്പ്പെടുത്താൻ കഴിയും. യെസ്, ചലിക്കട്ടെ ചലിക്കട്ടെ ചലിക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ ചില കുടുംബങ്ങളെ എന്റെ ദൈവം തിരഞ്ഞെടുക്കാൻ പോകുകയാണ്. ചിലരുടെ മേൽ ചില പുതപ്പുകള് സ്വർഗം കൈമാറാൻ പോകുകയാണ്. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം, ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ആർക്കും തട്ടിക്കളിക്കാനുള്ള പന്തല്ല നീ. വരുന്നവർക്കും പോകുന്നവർക്കും ചോദ്യചിഹ്നമിട്ട് ഉത്തരം പറയാത്ത വിധത്തിൽ നിന്നെ തീർത്തു കളയുന്ന വ്യക്തിയല്ല നീ. നിന്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ബലം ചിലതിനെ മിണ്ടാതാക്കാൻ പോകുകയാണ്. ആ സഹോദരിയോട്, ആ തൂണിലോത്ത് ചാരിയിരിക്കുന്ന ആ സഹോദരിയോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, ഒത്തിരി പേർക്ക് തട്ടിക്കളിക്കാനുള്ള പന്തല്ല നീ. ചില ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറയാൻ പോകുകയാണ്. ചില ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറയാൻ പോകുകയാണ്. ഉത്തരമില്ലാതിരിക്കുന്ന നിനക്ക് വേണ്ടി എന്റെ ദൈവത്തിന്റെ ബദൽ തുറന്നു വരികയാണ്. ദൈവത്തോട് ആഴമായി അടുത്തു വരാൻ ഇന്ന് രാത്രി നീ തയ്യാറായാൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുക മാത്രമല്ല, നിന്റെ തകർച്ചക്കകത്ത് നിന്ന് എന്റെ ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. പട്ടണം അറിയേ നിന്നെ മാനിച്ചിരിക്കും.
വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരം ഉയർത്തി ശക്തിയോടെ ഓ ആ മകനോട് ദൈവാത്മാവ് പ്രവചിക്കാൻ പറയുകയാണ്, നിന്റെ മേലൊരു പുതപ്പ് വീഴും വരുന്ന നാളുകളിൽ. പാട്ട് പാടിയ ആ സഹോദരൻ, നിന്നെ സ്വർഗം എഴുന്നേൽപ്പിക്കും, നിന്റെ മേലൊരു അസാധാരണമായ പുതപ്പ് വീഴും. എലീശ ഉഴുതതുപോലെ ഊഴാനല്ല നിന്നെ ദൈവം വിളിച്ചത്, നിന്നെ ഒരു പകരക്കാരനായിട്ട് എൻ്റെ ദൈവം കണ്ടിട്ടുണ്ട്. നിന്റെ സാധ്യതകൾക്കപ്പുറം അസാധാരണമായ നിയോഗങ്ങളെ സ്വർഗം വെളിപ്പെടുത്തി കൊണ്ടുവരുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ അയോഗ്യതകളാണ് യോഗ്യത. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി. ചിലതിൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ പുതപ്പ് വീണിരിക്കും. ഹല്ലേലൂയ. തിക്കി തള്ളാൻ നോക്കുന്ന ജാതീയ ശക്തിയോട് പറ, എൻ്റെ അകത്ത് ബലം വർദ്ധിക്കുകയാണെന്ന്. ഈ 21 ദിവസം കഴിയുമ്പോൾ നിന്റെ അകത്തെ ബലം കൊണ്ട് പിശാചിന് നിൽക്കാൻ കഴിയത്തില്ല. ഓ, എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ കൈമാറാൻ പറയുന്നു, ചില കുടുംബങ്ങൾക്കകത്ത് പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധന വെളിപ്പെടുത്താതെ ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ഹല്ലേലൂയ വർദ്ധിച്ചു വരുമ്പോൾ ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്ന ബലം അതിനെ തുരത്തി ഓടിക്കാൻ പോകുകയാണ്. കുടുംബങ്ങൾക്കകത്ത് ആരാധന വെളിപ്പെടട്ടെ, കുടുംബങ്ങൾക്കകത്ത് പ്രാർത്ഥന വെളിപ്പെടട്ടെ, കുടുംബങ്ങൾക്കകത്ത് വചനം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് നിങ്ങളൊക്കെ വചനമൊക്കെ ശബ്ദമുയർത്തി വായിക്കണം. മനസ്സിൽ വായിക്കാനല്ല ബൈബിള്. നമ്മളെല്ലാവരും ഇങ്ങനെ വായിക്കും. നമുക്ക് പോലും അതിനകത്ത് നമ്മൾ 100 ചിന്തയിലാണ് വായിക്കുന്നത്. അത് നിങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷം കേൾക്കണം. ഭവനത്തിൻ്റെ അന്തരീക്ഷം കേൾക്കണം. കാരണം ഈ യഹോവ സ്വർഗത്തിൽ ഇരുന്നപ്പോൾ പിശാചു അവിടെ കയറി ചെന്നെന്ന്. എന്തിനാണെന്നറിയാമോ? ഇയ്യോബിനെ കുറിച്ച് സംസാരിക്കാൻ. ആര് ചെന്നു? നിങ്ങൾക്ക് വിശ്വസിക്കൂല്ലോ എന്നറിയത്തില്ല. ഇവിടെ ദൈവസാന്നിധ്യം എത്ര വലുതാണെങ്കിലും പിശാചും ഇതിൻ്റെ നടുവിലുണ്ട്. നിങ്ങൾ അതൊക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയാണ് നോക്കുന്നത്. ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ പിശാചും ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കയറി ചെല്ലാൻ കഴിയുമെങ്കിൽ നിന്റെ വീട്ടിൽ കയറി വരാൻ പിശാചിന് വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ പിശാച് കേൾക്കണം നീ വായിക്കുന്ന വചനം. അത് കേൾക്കുമ്പോൾ അവന് നിൽക്കാൻ പറ്റത്തില്ല. അവിടെ ക്ഷീണിച്ചിരുന്നാൽ അവൻ ആധിപത്യം പുലർത്തും. അവിടെ ബലം പ്രാപിച്ചാൽ അവൻ്റെ ശക്തി അവിടെ എഴുന്നേക്കത്തില്ല. എത്ര മന്ത്രവാദം കൊണ്ട് മൂടിയാലും നിന്റെ അതരത്തിനകത്ത് വചനം ചലിക്കാൻ തുടങ്ങിയാൽ ആഭിചാരമല്ല, കൂടോത്രമല്ല, ശുദ്രമല്ല, വാഴ്ചയല്ല, അധികാരമല്ല, വഴിപാടല്ല, നേർച്ചയല്ല, സേവയല്ല, എത്ര വലുതാണെങ്കിലും നീ പറയുന്ന വചനത്തിന്റെ മുൻപിൽ വചനത്തെ തൊടാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്റെ ഭവനങ്ങൾക്കകത്ത് വചനം മുഴങ്ങട്ടെ. ഹല്ലേലൂയ. വചനം മുഴങ്ങട്ടെ. Hallelujah.
ഹല്ലേലൂയ. വചനം മുഴങ്ങാൻ പോകുകയാണ്. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. അടുത്ത 25 മിനിറ്റിനകത്ത് എനിക്ക് മെസ്സേജ് അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പോകും. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെയും ശ്രദ്ധയോടെയും ഇരിക്കുക. ഞാൻ ഇന്ന് രാവിലെ മുതൽ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിച്ച വിഷയം കുതികാലെന്ന് പറയുന്ന ഒരു വിഷയമാണ്. അകത്തുനിന്ന് കയറി വന്ന ദൂതുകളാണ് നിങ്ങളോട് കൈമാറിയത്. ഇതിനകത്ത് ദാൻ ഗോത്രത്തിന് കൈമാറുന്ന ഒരു പ്രധാനപ്പെട്ട ദൂതെന്ന് പറയുന്നത്, എത്ര കരുത്തോടെ ഓടി വരുന്ന കുതിരയുടെ കാലിനെയും പിടിക്കാനുള്ള കരുത്ത് ദാൻ ഗോത്രത്തിനുണ്ട്. ദാൻ ഗോത്രത്തിന് ഉണ്ട്. കാരണം ശിംശോൻ എന്ന് പറയുന്ന മനുഷ്യൻ വീട്ടിലെ കട്ടള എത്ര വലുതാണെങ്കിലും അത് അവൻ്റെ തോളയിലിരിക്കും. എത്ര വലിയ കട്ടള കൊണ്ട് കതക് പണിതാലും അത് ശിംശോന്റെ തോളയിലിരിക്കും. എത്ര കരുത്തുള്ള കുറുക്കന്റെ വാലിനെ കെട്ടി ഫെലിസ്ത്യന്റെ വയലിനെ നശിപ്പിക്കാൻ ആർക്ക് കഴിയും? ശിംശോന് കഴിയും. അതിനർത്ഥം എത്ര സ്പീഡുള്ളതിനെയും പിടിക്കാൻ ദാൻ ഗോത്രത്തിനകത്തെ യോദ്ധാക്കൾക്ക് കഴിയും. അത്രയും കരുത്തുള്ളതിനെയാണ് ജാതീയ ശക്തി ഒതുക്കി മലമുകളിൽ കയറ്റിയത്. ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയേണ്ടത്, നിങ്ങൾ എഴുന്നേറ്റാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങളുടെ ആദരം തുറന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എത്ര വലിയ ശക്തി നിന്റെ മുൻപിൽ എഴുന്നേറ്റാലും, എത്ര സാഹചര്യങ്ങൾ നിങ്ങൾക്കെതിരായാലും, അതിനെതിരെ വിശ്വാസത്തോടെ നീ എഴുന്നേൽക്കാൻ, ധൈര്യത്തോടെ നീ എഴുന്നേൽക്കാൻ ഇന്ന് രാത്രി തയ്യാറായാൽ അത് നിന്റെ മുൻപിൽ നിർവീര്യമാകും. അത് നിന്റെ മുൻപിൽ കീഴടങ്ങും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 18-ാമത്തെ വാക്യം. വേഗത്തിൽ ഞാൻ പോവുകയാണ്. 13:18 വേഗത്തിലൊന്ന് വായിക്കാമോ? നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. എന്നാൽ എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതാകുന്നു. ഓക്കെ. അതിനകത്തൊരു പദം ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഇത് പറയുന്നത് യൂദയോടനുബന്ധിച്ചാണ്. എനിക്ക് ക്രൂശിൻ്റെ അടുത്ത് ചെല്ലണം, അതുകൊണ്ട് വേഗം ഞാൻ പോകുകയാണ്. ഇത് പറയുന്നത് യൂദയെക്കുറിച്ചാണ് പറയുന്നത്. യേശു കർത്താവ് പറയുകയാണ്, എൻ്റെ അപ്പം തിന്നുന്നവൻ എനിക്ക് നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. എനിക്ക് നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. 3.5 വർഷം ഞാൻ കൊണ്ടു നടന്നതാണ്, 3.5 വർഷം ഞാൻ പരിപാലിച്ചതാണ്, 3.5 വർഷം ഞാൻ കരുതിയതാണ്. എൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിനകത്താണ് ഇവനും ഉണ്ടായിരുന്നത്. 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കുവാൻ സ്വർഗം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയിൽ ഒരാളാണ് യൂദ. ആ യൂദയോട് ദൈവം പറയുകയാണ്, നീ കുതികാൽ ഉയർത്തിയിരിക്കുകയാണ് എനിക്കെതിരെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂതായി കൈമാറാൻ പറയുകയാണ്, നിന്റെ കൂടെ നടന്നിട്ട് നിനക്കെതിരെ കുതികാൽ ഉയർത്തുന്ന ചിലതിനെ എൻ്റെ ദൈവം ഇന്ന് രാത്രി സന്ദർശിക്കാൻ പോകുകയാണ്. ഞാൻ ഈ പറയുന്ന വചനത്തിലെ ദൂതാണ്. നിന്റെ കൂടെ നടന്നിട്ട് നിന്റെ സ്നേഹം പറ്റിയിട്ട് നിന്നെ ചതിക്കാൻ നോക്കുന്ന ചിലരെ ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവം സന്ദർശിച്ചിരിക്കും. നിങ്ങൾ ഇതും കൂടെ ശ്രദ്ധിച്ചിട്ട് കൈയടിക്കാൻ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ മാത്രം കൈയടിക്കുക. കുതികാൽ ഉയർത്തിയത് യേശുവിനെതിരെയാണ്. കുതികാൽ ഉയർത്തുന്നത് പ്രാർത്ഥിക്കുന്നവനെതിരെയാണ്. കുതികാൽ ഉയർത്തുന്നത് ആരാധിക്കുന്നവനെതിരെയാണ്. കുതികാൽ ഉയർത്തുന്നത് വചനമകത്തളങ്ങളിൽ കത്തുന്നവനെതിരെയാണ്. കുതികാൽ ഉയർത്തിയത് നിയോഗമുള്ളവനെതിരെയാണ്. കുതികാൽ ഉയർത്തിയത് ദൈവത്തിൻ്റെ പുത്രനോടാണ്. നിങ്ങൾ യൂദയുടെ ചരിത്രം വായിച്ചാൽ പുസ്തകം പറയുന്നത് അവൻ തൂങ്ങി മരിച്ചെന്ന. അതിനർത്ഥം അവൻ ഉയർത്തിയത് കുതികാലാണ്. അവൻ്റെ കുതികാല് നിലത്തുപോലും തൊട്ടില്ല.
ഏയ് ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയ്ക്കെതിരെ കുതികാൽ ഉയർത്താൻ നോക്കുന്ന, കുടുംബങ്ങൾക്കെതിരെ കുതികാൽ ഉയർത്താൻ നോക്കുന്ന ഏതെങ്കിലും യൂതന്മാരുണ്ടെങ്കിൽ, ഏയ് ഹല്ലേലൂയ, ആ പൈശാചിക ആധിപത്യത്തോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. നിന്റെ കാല് നിലത്ത് തൊടാതെ വണ്ണം, നിന്റെ കാല് നിലത്ത് തൊടാതെ വണ്ണം എന്റെ ദൈവത്തിന്റെ സന്ദർശനം വെളിപ്പെട്ടിരിക്കും. സഭയ്ക്കെതിരെ ഉയരുന്ന മുഴുവൻ കുതികാലുകളുടെ മേലും എന്റെ ദൈവത്തിന്റെ സന്ദർശനം ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തിൽ നിന്ന് മാറുകയാണ്. രാവിലെ പറഞ്ഞതുപോലെ വരികയാണ്. പിശാചിപ്പോഴും തിരയുന്നത് സ്ത്രീയുടെ സന്തതിയെ. അവസാനം പിശാച് കണ്ടെത്തി ആ സ്ത്രീയുടെ സന്തതി സാക്ഷാൽ യേശുവാണ്. ആമേൻ പറഞ്ഞേ. ഞാൻ തിരഞ്ഞിരുന്ന എൻ്റെ തലയെ തകർക്കുമെന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ സന്തതി സാക്ഷാൽ യേശുവാണ്. യേശുവിന് മരുഭൂമിയിലേക്ക് 40 ദിവസം ഉപവസിക്കാൻ പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. താല്പര്യം ഇല്ലായിരുന്നു. ഇനി നമുക്കെല്ലാത്തിനും തെളിവാണല്ലോ. ഒരു വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ആത്മാവ് അവനെ നിർബന്ധിച്ചു എന്ന്. നിർബന്ധിച്ചു എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലായിരുന്നു, പക്ഷെ നിർബന്ധം കൊണ്ടങ്ങ് പോയി. യേശുവിനെ ദൈവത്തിൻ്റെ ആത്മാവ് നിർബന്ധിച്ച് മരുഭൂമിയിലേക്ക് അയച്ചു. എവിടേക്ക് അയച്ചു? മരുഭൂമിയിലേക്ക് അയച്ചു. ഇന്നും ഇതിനകത്ത് നിർബന്ധം കൊണ്ട് ഉപവസിക്കുന്നവരുണ്ട്. നിങ്ങൾ ആരും സ്തോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. പിന്നെ എല്ലാവരും ഇരിക്കുകയല്ലേ, ഞാനും കൂടെ ഒന്ന് പങ്കാളിത്തം വഹിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നവരും ഉണ്ട്. ഹല്ലേലൂയ. അതൊന്നും തെറ്റൊന്നോ പാവമൊന്നുമില്ല. എങ്ങനെയായാലും നിങ്ങൾ ഇരിക്കുന്നത് ഭയങ്കര അനുഗ്രഹമാണ്. നിർബന്ധത്താലാണേലും മനഃപൂർവ്വമാണെങ്കിലും സ്വമനസാലാണെങ്കിലും നിങ്ങൾ ഇരിക്കുന്നുണ്ടോ, അതിൻ്റെ നടുവിൽ എൻ്റെ ദൈവം പ്രവർത്തിച്ചിരിക്കും. 100% ഉറപ്പാണ്. വിശന്ന് പട്ടിണി, ദൈവസന്നിധിയിൽ ഞാൻ തുറന്നു പറയാം, പട്ടിണിയാണെങ്കിലും ദൈവം അതിൻ്റെ നടുവിൽ പ്രവർത്തിച്ചിരിക്കും. ചിലപ്പോൾ വിശപ്പ് വരും, കഴിക്കാൻ തോന്നും, എന്നാൽ സഹിച്ച് നീ ഇരിക്കുന്നുണ്ടോ, അതിൻ്റെ നടുവിൽ എൻ്റെ ദൈവം പ്രവർത്തിച്ചിരിക്കും. ഞാൻ ഉറപ്പ് തരാം, അനുഭവമാണ്. ഹല്ലേലൂയ. അങ്ങനെ യേശു കർത്താവ് 40 ദിവസം മരുഭൂമിക്കകത്ത് ഉപവസിച്ചു. 40 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പോൾ ആദമിൻ്റെ അടുത്തിറക്കി അതേ പരിപാടി യേശുവിനോട് ഇറക്കി. യേശു തിരിച്ചു പറഞ്ഞൊരു മറുപടിയുണ്ട്. മനുഷ്യ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട്, വചനം കൊണ്ട്, വചനം കൊണ്ട്. ഇന്ന് രാത്രി PMG സഭയോട് ഞാൻ ആത്മാവിൽ കൈമാറാം, ഇതിനകത്ത് ജീവിക്കുന്നവർ വചനം കൊണ്ട് ജീവിക്കണം. ഈ തലമുറ വചനത്തിൽ ജീവിക്കുന്ന തലമുറയായി. 2 കരങ്ങൾ ചേർത്തടിച്ച് ആത്മാവിൽ സ്വീകരിച്ച ഈ ദൂതിനെ ഞാൻ വചനം കൊണ്ട് ജീവിക്കും, ഞാൻ വചനം കൊണ്ട് ജീവിക്കും. അപ്പം കൊണ്ട് ജീവിക്കുന്ന തലമുറ അല്ല ഇത്, വചനം കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറയാണ്. കരമുയർത്തിയ ശക്തിയോടെ നിങ്ങൾ ആത്മാവിൽ പറയണം, വചനം കൊണ്ട് ജീവിക്കുന്ന തലമുറയാണ് ഞാൻ, വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് ക്ലോക്ക് നോക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഹല്ലേലൂയ. അപ്പം ആ പരീക്ഷകളിൽ പിശാച് പരാജയപ്പെടുമ്പോൾ പിശാചിനൊരു കാര്യം മനസ്സിലായി. ഞാൻ വർഷങ്ങളോളം അന്വേഷിച്ചു കൊണ്ടിരുന്ന ആ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് സാക്ഷാൽ യേശുവാണ്. സാക്ഷാൽ യേശുവാണ്.
തനിക്ക് കൈമാറിയ ആ ദൂതിനെ താൻ വിനിയോഗിക്കുവാൻ തയ്യാറാവുകയാണ്. അവൻ പരിശ്രമിക്കുന്നത് കുതികാല് തകർക്കാൻ. ആരുടെ? യേശുവിൻ്റെ. ഞാൻ നിങ്ങളെ മുഴുവൻ പേരെയും അല്പ മിനിറ്റുകളിലേക്ക് കാൽവരി ക്രൂശിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ തിരിച്ചറിയണം. ഒന്ന് കുറയാതെ 39 അടി തൻ്റെ ശരീരത്തിന്മേൽ വഹിച്ചിട്ട് പച്ച പൈൻമര കുരിശിനെ അവൻ്റെ തോളിൽ വഹിച്ചിട്ട് കാൽവരിയുടെ താഴ്വാരത്തവൻ നിൽക്കുമ്പോൾ പിശാച് വാദിക്കുന്ന ഒരു വാദമുണ്ട്. നീ ഈ കാൽവരി കയറത്തില്ല. ഏയ് ഹല്ലേലൂയ. നീ ഈ കാൽവരി കയറത്തില്ല. ഒത്തിരി പ്രതിസന്ധിയോടെയും ഒത്തിരി ഭാരത്തോടെയും ചില മേഖലകൾ, ചില പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നിങ്ങളുടെ തലമുകളിൽ വരുമ്പോൾ പിശാച് നിങ്ങളോട് വാദിക്കുന്ന വാദമാണ്, നിങ്ങളിത് ജയിക്കത്തില്ല. എന്നാൽ യേശു പറയും, ഈ കുരിശല്ല, ഇതുപോലെ 5 എണ്ണം തന്നാലും ഞാൻ ഈ കാൽവരി കയറും. ഒന്ന് ആമേൻ പറ. ഹല്ലേലൂയ. ഈ കുരിശല്ല, ഇതുപോലെ 5 എണ്ണത്തിനെ വേണമെങ്കിൽ ഞാൻ മാറി മാറിക്കൊണ്ട് കയറിത്തരാം. ഹല്ലേലൂയ. കാരണം യേശു പറയും, എൻ്റെ കുതികാലിനെ നിനക്ക് തൊടാൻ കഴിയത്തില്ല. ഈ കാലുകൊണ്ട് ഈ കാൽവരി ഞാൻ കയറിയിരിക്കും. ഏയ് ഹല്ലേലൂയ. ഒന്ന് കുറയാതെ 39 അല്ല 55 അടി തന്നാലും ഈ കാലുകൊണ്ട് കാൽവരി ഞാൻ കയറും. യേശു കാൽവരി കയറി. നിങ്ങൾ ക്രൂശിലെ ചിത്രമെടുത്തു നോക്കിയാൽ ഒത്തിരി സന്ദേശങ്ങളിലൂടെ നിങ്ങൾ കേട്ടതാണ്. ചരിത്ര പുസ്തകം പറയുന്നത് അവൻ്റെ തലയിൽ മുൾക്കിരീടം അടിച്ചപ്പോൾ അവൻ്റെ കണ്ണ് പുറത്തു വന്നു എന്നാണ്. ഉത്തമഗീതത്തിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, 10,000-ങ്ങളിൽ സുന്ദരൻ, 10,000-ങ്ങളിൽ സുന്ദരൻ, ഷാരോനിന്റെ പനിനീർ പുഷ്പം, കണ്ടാലോ ആളറിയാത്ത വിധത്തിൽ കാൽവരിയിൽ 3 ആണിമേൽ തൂങ്ങി നിൽക്കുകയാണ്. മൂന്നാണിമേൽ അവൻ കാൽവരിയിൽ തൂങ്ങി നിൽക്കുകയാണ്. 2 കരത്തിലുമാണ്, 2 കാലിലുമാണ്. നിങ്ങൾ ഹല്ലേലൂയ ആ ഭാഗമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ 2 കാലിനെ ചേർത്ത് വെച്ചിട്ട് ആണി അടിച്ചു കയറ്റുകയാണ്. ഈ കുതികാലെന്ന് പറയുന്നതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഹീൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹീൽ. സ്ത്രീകളോട് ചോദിച്ചാൽ ഹീൽ എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങൾ കേട്ടിട്ടില്ല? ചെരുപ്പ് ഹീലുണ്ട്. ഹീലിൻ്റെ പ്രത്യേകത ഹീലിട്ട് ഒരാൾ, ഞാനിപ്പം എനിക്ക് ഒന്നാതെ ഹൈറ്റ് കുറവാണ്, എനിക്ക് ഹീലുണ്ടെങ്കിൽ അത്ര സന്തോഷം പോട്ടെ. ഹീലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്നെ ശ്രദ്ധിക്കണേ. ഹീലുണ്ടെങ്കിൽ, ഞാൻ ഹീലിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇത്ര ഹൈറ്റേ ഉള്ളൂ, എനിക്ക് 2 ഇഞ്ച് പൊങ്ങണമെങ്കിൽ ഞാൻ ഹീലിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പൊങ്ങും. എൻ്റെ തല ഉയരും. പിശാച് കുതികാൽ എന്തിന് തകർക്കാൻ നോക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി, നിന്റെ തല ഉയരരുത്. നിന്റെ തല ഉയരരുത്. കാൽവരി കുരിശിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യേശുവിൻ്റെ 2 കാലും ചേർത്ത് അടിച്ച് ആ ക്രൂശിനകത്തേക്ക് തറച്ചു വെച്ചിരിക്കുകയാണ്. പിശാച് പറയും, ഞാൻ ഇനി നിങ്ങളോട് സ്നേഹത്തോടെ ചോദിക്കാം, പിശാചിനോട് കൈമാറിയ ദൂത് പിശാച് നിവർത്തിച്ചോ? യേശു ഇപ്പോൾ കാൽവരിയിൽ 2 കാൽപാദത്തിനകത്തും ആണി തറച്ചിരിക്കുകയാണ്. ആണി തറച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ കുതികാലിനെ അവൻ ആണി കൊണ്ട് തറച്ചു വച്ചിരിക്കുകയാണ്. 2-3 ആണിമേൽ തൂങ്ങി കാൽവരി കുലക്കളത്തിനകത്ത് യേശു നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു ഭാഗം, ഹല്ലേലൂയ,
കാലിലെ ആണി കൊണ്ട് കാലിനെ തകർത്തതല്ല നിങ്ങൾ കാണേണ്ടത്, പിശാചിന്റെ തല തകർത്തതാണ് കാണേണ്ടത്. നിങ്ങൾക്ക് വേഗം വായിക്കാം. കൊലോസ്യയിലെ 2:15 കൊലോ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. നിങ്ങൾ ശ്രദ്ധിക്കണേ, കാൽവരി ക്രൂശിനെ നോക്കി റോമൻ സാമ്രാജ്യവും പരീശന്മാരും ന്യായശാസ്ത്രിമാരും ഒരുപോലെ പറയും, യേശു തീർന്നെന്ന്. യേശു തീർന്നെന്ന്. നാളെ അവന്റെ അത്ഭുതം നടക്കത്തില്ല, നാളെ യേശുവിന്റെ അടയാളം നടക്കത്തില്ല. പ്രസന്റ് ടൈമിൽ യേശു പറയും, സകലതും നിവർത്തിയായി. ആമേൻ പറഞ്ഞില്ല. സെയിം ടൈമിൽ അവർ പറയും യേശു തീർന്നെന്ന്. ആ സെയിം ടൈമിൽ യേശു പറയും സകലതും നിവർത്തിയായി. നിങ്ങൾക്കറിയണോ, വേദപണ്ഡിതന്മാർ വേദപുസ്തക ചരിത്രത്തെ മുഴുവൻ പരിശോധിച്ചിട്ട് എഴുതി വച്ചിരിക്കുന്നത് ഈ യേശുവിൻ്റെ ക്രൂശീകരണ സമയമായ ആ മണിക്കൂറുകൾ കൊണ്ട് 35 പ്രവചനങ്ങളാണ് പുസ്തകം നിവർത്തീകരിച്ചത്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറാം. ഒരുപക്ഷെ പ്രതിസന്ധിയിലൂടെ, പ്രതികൂലത്തിലൂടെ, വേദനയിലൂടെ ആയിരിക്കാം നീ സഞ്ചരിക്കുന്നത്. എന്നാൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആത്മാവിൽ കൈമാറാം, ചില പ്രവചനത്തിന്റെ നിവർത്തിയാണത്. ചില പ്രവചനത്തിന്റെ നിവർത്തിയാണ് ചില വേദനകൾ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ചില പ്രവചനത്തിന്റെ നിവർത്തിയാണ്. വാഴ്ചകളെയും അധികാരത്തെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ലോകം കാണുമ്പോൾ തകർച്ചയാണ്, ആത്മമണ്ഡലത്തിനകത്ത് ആത്മീക മനുഷ്യൻ അതിനെ നോക്കുമ്പോൾ അത് ജയോത്സവമാണ്. ഹല്ലേലൂയ. നിന്റെ തകർച്ച കാണുമ്പോൾ നാട്ടുകാർക്കും ചാർച്ചക്കാർക്കും ജയോത്സവമാണ്. എന്നാൽ അവർക്കറിയില്ല, അതിനകത്ത് അവരല്ല ജയോത്സവം കൊണ്ടാടുന്നത്, ഞാനാണ്. ആമേൻ പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറാം, ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് ഒരു ജയത്തിന്റെ ഘോഷം, ഈ സഭയ്ക്കകത്ത് ഒരു ജയത്തിന്റെ ഘോഷം എന്റെ ദൈവം മുഴക്കാൻ പോകുകയാണ്. ഒരു ജയത്തിന്റെ ഘോഷം. ശിംശോനെ തകർത്ത് കളഞ്ഞപ്പോൾ ശിംശോന്റെ ഒറ്റ പ്രാർത്ഥന, ഒരിക്കൽ കൂടെ ആ ശക്തി എനിക്ക് തിരിച്ചു തരണം. ശക്തി തിരിച്ചു കൊടുത്തു. വചനം പറയുന്നത് അവൻ നേരത്തെ ഉള്ളതിനേക്കാൾ ഇപ്പൊ അധികം പേരെ കൊന്നെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് ആരോടൊക്കെ കൈമാറുന്നു, ഒന്ന് നീ ദൈവത്തോട് ചോദിക്ക്. നിന്റെ കരുത്ത് വർദ്ധിക്കാൻ പോകുകയാണ്, നിന്റെ ബലം വർദ്ധിക്കാൻ പോകുകയാണ്, നിന്റെ അഭിഷേകം വർദ്ധിക്കാൻ പോകുകയാണ്, നിന്റെ പ്രാർത്ഥന വർദ്ധിക്കാൻ പോകുകയാണ്, നിന്റെ ആരാധന വർദ്ധിക്കാൻ പോകുകയാണ്, ശുശ്രൂഷകൾ വർദ്ധിക്കാൻ പോകുകയാണ്, വെളിപ്പാടുകൾ. ഒറ്റ ദൂത്, 5 മിനിറ്റ് ഒരു ദൂതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാൽവരിയിൽ പിശാചിന്റെ തലയെ സ്വർഗത്തിലെ ദൈവം തകർത്തു. ആണി യേശുവിൻ്റെ കാൽപാദത്തിലല്ല, പിശാചിന്റെ തലയിലാണ് തറച്ചത്. ലോകം കാണുമ്പോൾ യേശുവിൻ്റെ കാലിലാണ് ആണിയിരിക്കുന്നത്, എന്നാൽ സ്വർഗം നോക്കുമ്പോൾ പിശാചിന്റെ തലയിലാണ് ആണി. ദൈവസഭ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യവും ഒരു സത്യവുമുണ്ട്. പിശാചിന് തലയില്ല. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. പിശാചിന് എന്തില്ല? തലയില്ല. പിന്നെയോ തന്ത്രം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ തന്ത്രത്തിനകത്ത് നമ്മൾ വീണുപോകുകയാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് തലയുണ്ട്, ക്രിസ്തുവാണ്. ആമേൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് തലയുണ്ട്, ക്രിസ്തുവാണ്. പിശാചിന് തലയില്ല, നിങ്ങൾക്ക് തലയുണ്ട്. ഏയ് ഹല്ലേലൂയ. നിങ്ങൾക്കൊരു തലയുണ്ട്. നിങ്ങൾ ശരീരമാണ്, നിങ്ങൾ ശരീരമാണ്. നിങ്ങൾക്കൊരു തലയുണ്ട്, അത് ക്രിസ്തുവാണ്. ക്രൈസ്റ്റ് റെവലേഷൻ ഓപ്പൺ ആകട്ടെ. ക്രിസ്തു വെളിപ്പാട് ഇതിനകത്ത് ചലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഹല്ലേലൂയ. നിങ്ങൾക്കൊരു തലയുണ്ട്, അത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് യോഹന്നാനും പത്രോസും സുന്ദരമെന്ന ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ ജന്മന മുടന്തനായ, ഗർഭം മുതൽ മുടന്തനായ ഒരുവൻ അവിടെ ഇരിപ്പുണ്ട്. അവൻ യേശുവിൻ്റെ കാലഘട്ടത്തിലും യേശു അതുവഴി സഞ്ചരിച്ച സമയത്തും അവൻ അവിടെ ഇരിപ്പുണ്ട്. അവൻ അവിടെ ഇരിപ്പുണ്ട്. കാരണം പുസ്തകം പറയുന്നത് അവൻ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായിരുന്നു. അതിനർത്ഥം യേശുവിൻ്റെ കാലഘട്ടത്തിലും അവൻ എവിടെ ഉണ്ട്? യേശു അവനെ കണ്ടില്ല, മനഃപൂർവ്വമാണ്. ആമേൻ പറഞ്ഞേ, മനഃപൂർവ്വമാണ്. കാരണം അടുത്ത ജനറേഷൻ വരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ അതേ അത്ഭുതങ്ങൾ ചെയ്യാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് എൻ്റെ ശിഷ്യഗണത്തെ ഞാൻ അയക്കുകയാണ്. ഇന്ന് പകൽ നിങ്ങൾ ഈ രക്ഷയെ തിരിച്ചറിഞ്ഞെങ്കിൽ, നിങ്ങൾ ഈ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞെങ്കിൽ, നിങ്ങളുടെ ദൗത്യം ചിലരുടെ കുതികാലിനെ പിശാച് ഒത്തിരി പേരുടെ, ഞാൻ സമയമില്ല അതുകൊണ്ട് സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. പിശാച് ഒത്തിരി പേരുടെ കുതികാലിനെ ഒടിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾക്കകത്ത് വിളിയുള്ളവരുണ്ടെങ്കിൽ ആ ഒടിച്ചിട്ട കുതികാലിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ സ്വർഗം നിങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനോട് ഒരു ദൂത് കൈമാറുന്നു. ക്രൈസ്റ്റ് റെവലേഷൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരും. ഈ കാലഘട്ടത്തെ അസാധാരണമായി ഉപയോഗിക്കും. 2025 വഴിത്തിരിവിൻ്റെ വർഷമാണ്. ഈ കാലഘട്ടത്തെ അറിയുന്നതിനപ്പുറം ചില രാജ്യങ്ങൾക്കകത്ത് സ്വർഗം ഒരു ഓപ്പണിംഗ് കൈമാറാൻ പോകുകയാണ്. യൂറോപ്പിൻ്റെ മണ്ണ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുമെന്ന് എന്നോട് ദൈവാത്മാവ് പ്രവചിക്കാൻ പറയുന്നു. ഒത്തിരി നിന്ദകളും ഒത്തിരി മേഖലകൾക്കകത്ത് അവഗണനകളും അനുഭവിക്കപ്പെട്ട അഭിഷക്തനാണ് നിങ്ങൾ. ഒത്തിരി മേഖലകളിൽ നിങ്ങൾ ഒതുക്കപ്പെട്ടു. എന്നാൽ ഈ 2025 നിങ്ങളെ സ്വർഗം പുറത്തു കൊണ്ടുവന്നിരിക്കും. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുമണ്ഡലം ലജ്ജിക്കുന്ന വിധത്തിൽ നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കാമോ? എല്ലാ കണ്ണുകളും അടയ്ക്കാമോ? എല്ലാ കണ്ണുകളും അടച്ച് അല്പ മിനിറ്റുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ച്, സാത്താന്റെ തലയെ തകർത്തവനാണ് എൻ്റെ ക്രിസ്തു. ഇന്ന് പകൽ ഈ രാത്രിയിൽ ആത്മാവിൽ അല്പ മിനിറ്റുകൾ പ്രാർത്ഥിച്ച്, എല്ലാ കണ്ണുകളും അടച്ച് 2 കരങ്ങൾ ചേർത്തടിച്ച്, പിശാചിന്റെ മേൽ ജയോത്സവം, പിശാചിന്റെ മേൽ ജയോത്സവം, പിശാചിന്റെ മേൽ ജയോത്സവം. 2 കരങ്ങൾ ചേർത്തടിച്ച് പിശാചിന്റെ മേൽ ജയോത്സവം. ജയോത്സവം. സ്ത്രീയുടെ സന്തതികൾ പിശാചിന്റെ തലയെ തകർക്കുകയാണ്. 2 കരങ്ങൾ ചേർത്ത്
തകരുകയാണ്, 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 തകരുകയാണ്. നീ ജയിക്കുകയാണ്. നിന്റെ മേലൊരു ജയമുണ്ട്. ജയമുണ്ട്, ജയമുണ്ട്, ജയമുണ്ട്. ഒരു ജയമുണ്ട്, ഒരു ജയമുണ്ട്. ഈ 14ാമത്തെ രാത്രി ജയത്തിന്റെ രാത്രിയാണ്. അത് നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുകയാണ്. ഓ ശാരയാം ധേരിയ അതി തലമുറയുടെ മേൽ ഒരു ജയം തരാൻ പോകുകയാണ്. ഒരു ജയം തരാൻ പോകുകയാണ്. നീ പരാജയപ്പെട്ടവനല്ല. എന്നോട് ദൈവാത്മാവ് പ്രവചിക്കാൻ പറയും, നിനക്കൊരു മാനീയതയുടെ പടവുകൾ സ്വർഗം ഈ രാത്രിയിൽ തുറക്കുകയാണ്. നീ നിരാശപ്പെടേണ്ട, വേദനപ്പെടേണ്ട. നിന്റെ വിളി വലുതാണ്. സ്ട്രഗിളുകൾ മാറും, നന്മ ഒരുങ്ങും. നിന്റെ സ്വപ്നത്തെ സ്വർഗം നിവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്ക്, പ്രാപിക്ക്. ഒരു ജയത്തിന്റെ രാത്രിയാണിത്. ഒരു ജയത്തിന്റെ രാത്രിയാണ്. ഒരു ജയത്തിന്റെ രാത്രിയാണ്. ഒരു ജയത്തിന്റെ രാത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ ജയത്തിന്റെ രാത്രിയാണ്. പിശാചിന് തൊടാൻ കഴിയാത്ത ഒരു പ്രൊട്ടക്ഷൻ, പിശാചിന് തൊടാൻ കഴിയാത്ത ഒരു പ്രൊട്ടക്ഷൻ. വരും നാളുകളിൽ നീ ഒരു പ്രവാചകിയായി സ്വർഗം നിന്നെ എഴുന്നേൽപ്പിക്കും. ഓ വേർഡ് ഓഫ് റെവലേഷൻ നിനക്ക് വേണ്ടി തുറക്കും. അസാധാരണ അഭിഷേകത്തോടെ നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ. പുതിയ ഭാഷയോടെ, പുതിയ ഭാഷയോടെ റിസീവ് ദ നെയിം ഓഫ് ജീസസ്. തുറന്നു വരട്ടെ. എല്ലാ കണ്ണുകളും അടച്ച്, എല്ലാ കണ്ണുകളും അടച്ച്. പരിശുദ്ധാത്മാവേ, ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതിനകത്ത് കയറിയിരിക്കുന്ന മുഴുവൻ ദൈവമക്കളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ വചനത്താൽ നിറയപ്പെടട്ടെ, വചനത്താൽ ശുദ്ധീകരിക്കപ്പെടട്ടെ, വചനത്താൽ ശക്തി പ്രാപിക്കട്ടെ. വരും നാളുകളിൽ പൈശാചിക മേഖലകൾക്ക് ഭയം പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന, അസാധാരണമായ ദൈവിക ശക്തി വഹിക്കുന്ന അഭിഷക്ത ഗണങ്ങളാക്കി സ്വർഗം മാറ്റേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സഭയിലെ തലമുറകൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടട്ടെ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടട്ടെ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപ കൊണ്ട് മറയ്ക്കണം. സകലവും പൊന്നുതമ്പുരാൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. രാവിലെയും വൈകുന്നേരവും വളരെ ശ്രദ്ധയോടെ വചനത്തെ ശ്രദ്ധിച്ച് സ്വീകരിച്ച് നിങ്ങൾക്ക് ദൈവനാമത്തിലുള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ അഭിഷക്തൻ MA വർഗീസ് പാസ്റ്ററിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, എന്നാൽ ദൈവം എന്നെ അയച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ലൈഫിനകത്തെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് ഇത്. ഒന്നാമേൻ പറയാമോ? ഞാൻ കയറിയ വേദികളിൽ എന്നെ ഒത്തിരി സന്തോഷപ്പെടുത്തിയ, എനിക്ക് ഒത്തിരി സംതൃപ്തി തന്ന വേദിയിലൊന്നാണിത്. വേദിയിലൊന്നല്ല, ഇതുവരെ കയറിയതിൽ ഏറ്റവും സംതൃപ്തിപ്പെടുത്തിയൊരു വേദിയാണിത്. ഹല്ലേലൂയ. കാരണം ഞാൻ ഇതുവരെ ഒത്തിരി സ്ഥലങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടെ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് എന്നാന്നറിയില്ല, ഭയങ്കര സന്തോഷം. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ആ കണ്ണാടി വെച്ച സഹോദരിയോട് എന്നോട് ഞാൻ ഒത്തിരി സമയം ഇങ്ങനെ പറയാൻ ദൈവാത്മാവനെ ഹേമിച്ചതുകൊണ്ട് ഞാൻ ഒരു അവസാന മിനിറ്റിലൊരു ദൂത് കൈമാറാം. ദൈവാത്മാവ് എന്നോട് പറയുന്നു, നിൻ്റെ വഴിയെ സ്വർഗം തിരിക്കും. രാജ്യങ്ങളിലേക്കുള്ള ഒരു എൻട്രൻസ് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാൻ പോകുകയാണെന്ന് എന്നോട് ദൈവാത്മാവ് പ്രവചിക്കാൻ പറയുന്നു. നിൻ്റെ വേദനയെ സ്വർഗം കാണുന്നുണ്ട്, നിൻ്റെ പ്രതിസന്ധിയെ സ്വർഗം കാണുന്നുണ്ട്. നിനക്ക് വേണ്ടി സ്വർഗം ഭയങ്കര വഴിത്തിരിവുകൾ, ചില രേഖകളെ എഴുതി മാറ്റുന്നത് പോലെ, ചില മേഖലകളിൽ സീല് വീഴുന്നത് പോലെ, ചില പേപ്പറുകളിൽ രേഖ എഴുതി മാറുന്നത് പോലെ ദൈവം എന്നെ കാണിക്കുന്നു.
നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞു. ഒത്തിരി സന്തോഷം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഞാൻ ആവർത്തിക്കാം, വചനത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. നമുക്ക് കണ്ണുകളടയ്ക്ക് വീണ്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. നാം ഇന്ന് പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം മുതൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. ആരാധിക്കുവാൻ നമ്മെ ബലപ്പെടുത്തി, പ്രാർത്ഥിക്കുവാൻ നമ്മെ ബലപ്പെടുത്തി. ദൈവവചനത്തിലൂടെ പ്രിയ ദേവദാസിലൂടെ പരിശുദ്ധാത്മാ വളരെ വ്യക്തമായി നമ്മോട് സംസാരിച്ചു. വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാമോ? വാഗ്ദത്തമുള്ള ദാൻ ഗോത്രം താൻ ജനത്തെ ന്യായപാലനം ചെയ്യും. പാമ്പിനെ പോലും ബുദ്ധി ഉണ്ടാകും. താൻ വേഗതയേറിയ ശക്തിയേറിയ കുതിരയുടെ കുതികാല് തകർക്കുമെന്നൊക്കെ വാഗ്ദത്തം ഉണ്ടായിട്ടും തനിക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ അവകാശം പ്രാപിക്കുവാൻ സാധിക്കാതെ താൻ ഒതുക്കപ്പെട്ടു. അമ്മോന്യർ തന്നെ ഒതുക്കിയെന്ന് വചനത്തിൽ നാം കേട്ടല്ലോ. എന്നാൽ യോസഫ് ഗ്രഹം ബലപ്പെട്ടപ്പോൾ, ദൈവഭവനത്തിൽ പ്രവേശിച്ച യോസഫ്, യഹോവ കൂടെ ഇരുന്ന യോസഫ് ബലപ്പെട്ടപ്പോൾ ആ പരിമിതികളെല്ലാം കർത്താവ് മാറ്റിയെന്ന് നാം കേൾക്കുവാനിടയായല്ലോ. വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ കഴിയാതെ ഒതുക്കപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്നെല്ലാം കർത്താവിൽ ബലപ്പെട്ട് ശക്തി പ്രാപിച്ച് പുറത്തു വരുന്ന രാത്രികാലമാണെന്ന് വചനം നമ്മോട് സംസാരിച്ചല്ലോ. വചനത്തിന് മുൻപാകെ നമ്മെ സമർപ്പിക്കാം. അതുപോലെ തന്നെ ശുദ്ധീകരണത്തിന് വേണ്ടി തയ്യാറായ ഒരു നയമാൻ. പ്രവാചകൻ തന്നോട് പറഞ്ഞ കാര്യം ആദ്യം തനിക്ക് മടിയുണ്ടായെങ്കിലും പിന്നീട് അതിനു വേണ്ടി താൻ തയ്യാറായപ്പോൾ താൻ ശുദ്ധിയുള്ളവനായി തീർന്നു എന്ന് നാം വചനത്തിലൂടെ കേൾക്കുവാനിടയാൽ. പ്രത്യേകിച്ച് സ്നാനപ്പെടുവാനുള്ള അനേകരുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് വളരെ കൃത്യമായി ഇടപെട്ടു. ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് കടന്നു വരാമോ? അദ്ദേഹം ആ നയമാൻ താനെ അറിയിക്കുന്നു. പ്രിയദേദാസനെ വളരെ ശക്തിയോട് ഉപയോഗിക്കട്ടെ. സകലവിധ ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം നിറയ്ക്കട്ടെ. തുടർന്ന് നാം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ മടക്കയാത്രയിലെല്ലാം കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കുവാൻ, പ്രത്യേകിച്ച് നാളെ വിശുദ്ധ സഭായോഗം എല്ലാം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ആ കൂട്ടായ്മ എല്ലാം കർത്താവ് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പാസ്റ്റർ വിൽക്കിൻസ് ജോർജ് പ്രിയ ദേവദാസൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട എം എ വർഗീസ് പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ ഈ രാത്രി സെഷൻ അവസാനിക്കുന്നതായിരിക്കും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗ്ഗീയ നല്ല ദൈവമേ, നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 14ാമത്തെ രാത്രിയിൽ നിന്ന് രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ആക്കിയതിനായി സ്തോത്രം. തുടക്കം മുതൽ കർത്താവിൻ്റെ അളവറ്റ കൃപ കൂടെ ഇരുന്നല്ലോ നാഥ. ഇന്ന് രാത്രി ഞങ്ങളെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകൾ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ നാഥ. ആമേൻ, ഹല്ലേലൂയ. ശക്തി പ്രാപിച്ച് ആമേൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ദാൻ ഗോത്രം ആമേൻ പലപ്പോഴും കർത്താവിൻ്റെ ജീവിതത്തിലോ ഒതുക്കപ്പെട്ട അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി ആമേൻ പകരപ്പെട്ടോ ആമേൻ ഹല്ലേലൂയ തലമുറകൾ വിടുവിക്കപ്പെടുവാനിടയായി തീർന്നതുപോലെ ഇന്ന് രാത്രി കർത്താവേ ഞങ്ങൾ ദൈവസന്നിധിയിലോ ആമേൻ കർത്താവേ ഹല്ലേലൂയ ഒരു പുതിയ അഭിഷേകത്താൽ എഴുന്നേൽക്കുവാൻ സ്വർഗം ഞങ്ങളെ കർത്താവേ ആമേൻ ഹല്ലേലൂയ കർത്താവേ ആമേൻ കർത്താവ് ഉപയോഗിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു ഭാഗത്ത് ശത്രു ഞങ്ങളെ ഒതുക്കുവാൻ പദ്ധതിയിടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ഞങ്ങളോട് ഇടപെട്ട് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർത്ത വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഏറ്റെടുത്ത് അനുഗ്രഹം പ്രാപിച്ച് വരുന്ന ആളുകൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കർത്താവ് ഞങ്ങളെ തന്നെ വിധേയപ്പെടുവാൻ സ്വർഗമിടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്ന വചനം ശുശ്രൂഷ വിലപ്പെട്ട കർദാസനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അഭിഷേകത്താൽ ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലൂടെ നിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. വരുന്ന ആളുകൾ പിന്നെ ദൈവനാമത്തിന് വേണ്ടി അവിടെ കർത്താവെ നിർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉപവസിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും എല്ലാ ദൈവമക്കളെയും തിരുകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവിന് രാത്രി ഒരു പുത്തൻ അഭിഷേകത്താൽ നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി ഇന്ന് രാത്രി ഞങ്ങളോട് സ്വർഗം ഇടപെട്ടല്ലോ. ഞങ്ങളത് കേട്ട് അനുഗ്രഹിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ സ്വർഗമിടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന വിശുദ്ധ ആരാധനയ്ക്കായി സ്തോത്ര കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. രാത്രി ഞങ്ങൾ സമാധാനത്തിൽ കിടന്നുകൊണ്ടിയാക്കണം. ആമി തിരുനാമത്തെ ഞങ്ങൾ ഒരുമിച്ച് ചേർത്തുന്നു. തുടർന്ന് ആ ദിവസങ്ങളൊക്കെ നടക്കുന്ന ആമിന്റെ ശുശ്രൂഷകളും ആരാധനകളും കർത്താവെ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരണം. ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണം സ്വർഗീയ നല്ല പിതാവേ. കഴിഞ്ഞ 14 ദിവസങ്ങളിൽ ദൈവം നമ്മെ സ്നേഹിച്ച് തൻ്റെ ദാസന്മാരെ അയച്ച് വിടുതലിൻ്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടിരുന്നത് ഓർത്ത് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും വിശേഷാൽ ഇന്ന് പകലും രാത്രിയിലും കർത്താവേ അവിടുത്തെ വചനം
ആധികാരികമായി ഞങ്ങളുടെ മധ്യയെ ശുശ്രൂഷിച്ച അങ്ങയുടെ വിലയേറിയ ദാസന്റെ മേലും ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവേ, ഇനി നമ്മുടെ മുമ്പിൽ 7 ദിവസങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പ്രാർത്ഥനാപൂർവം എല്ലാ മീറ്റിങ്ങുകളിലും സംബന്ധിക്കുക. നാളെ രാവിലെ 9 മണിക്ക് സൺഡേ സ്കൂളും 10 മണിക്ക് ആരാധനയും ഇവിടെ വെച്ചുണ്ടായിരിക്കുന്നതാണ്. നാളെ രാത്രിയിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നത് പാസ്റ്റർ ജേക്കബ് നേശമണി ആയിരിക്കും. പ്രാർത്ഥനാപൂർവം കടന്നു വരിക.